നമസ്കാരം. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. നമുക്ക് തുടങ്ങാം. കാര്യക്കാരെ വിളിക്കാം. ഒരുപാട് സ്നേഹത്തോടെ നസീറിക്ക, ബിജുകുട്ടൻ ചേട്ടാ ആൻഡ് ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷം പ്രസാദ് ചേട്ടാ. നമസ്കാരം. നമസ്കാരം. നമുക്കിപ്പോൾ ഓഡിയൻസ് ആയിട്ട് വന്നിട്ടുള്ളത് ചാരുമൂട് മേഖലയിൽ നിന്ന് കുറച്ച് ആൾക്കാരാണ്. ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷനിലുള്ള ആൾക്കാരാണ്. ഒരുപാട് സ്നേഹത്തോടെ എല്ലാവർക്കും സ്വാഗതം. പിന്നെ ചിരിച്ചങ്ങോട്ട് തുടങ്ങാം അല്ലേ? റെഡി അല്ലേ? ആദ്യത്തെ സ്കിറ്റ് ശ്രീജു ഉണ്ട്, ചിത്തൻ ചേട്ടനുണ്ട്, രാജിമോനുണ്ട്. നല്ല ടീമായിരിക്കും. ഒരു ഉഗ്രം കൈയടി. ഗൾഫിലേക്ക് ജോലിക്കും പോകണം. എനിക്കാണെങ്കിൽ സ്വന്തം നാടും വീടും വിട്ടു പോകാൻ താല്പര്യമില്ല. ഇനി ഏതെങ്കിലും കല്യാണം കൂടാൻ പറ്റൂ, ഒരു ഉത്സവത്തിന് പങ്കെടുക്കാൻ പറ്റൂ. എല്ലാം 2-2.5 കൊല്ലം കഴിഞ്ഞല്ലേ പറ്റൂ. അച്ഛനും അമ്മയൊക്കെ എന്നെ കൊണ്ടാക്കിയിട്ട് പോവുകയും ചെയ്ത്. കൂട്ടുകാരന്മാരുണ്ട്, അവന്മാരൊന്ന് വിളിക്കാം. ഹലോ ഹലോ അളിയാ, നിങ്ങൾ എവിടെ? ഞങ്ങള് ബാറില്. ബാറിലാ? ഞങ്ങളെ ആരെയും വീട്ടിൽ കയറ്റത്തില്ലെന്ന് നിനക്കറിയാലോ, അതുകൊണ്ട് ഞങ്ങള് ബാറിലിരിക്കുക. പിന്നെ നിന്നോടൊരു കാര്യം, ഈ തിരിച്ചു വരുമ്പോ ഒരുപാട് വിദേശ മദ്യം കൊണ്ട് വേണം വരാൻ. എടാ, ഞാനിവിടെ ഫ്ലൈറ്റിൽ പോലും കയറിയിട്ടില്ല, എയർപോർട്ടിൽ നിൽക്കുന്നേ ഉള്ളൂ. ഞാൻ പോകുന്നതിൽ നിനക്കൊന്നൊരു വിഷമം പോലും ഇല്ലടേ. അയ്യോ കൂട്ടുകാരെ പോകല്ലേ, അയ്യോ കൂട്ടുകാരെ പോകല്ലേ, അയ്യോ കൂട്ടുകാരെ ബൈ. നിന്റെ നാടകം കൊള്ളാം. ബൈ. കട്ടിയില് പറ. കോറസ്. അയ്യോ കൂട്ടുകാരെ പോകല്ലേ, അയ്യോ കൂട്ടുകാരെ പോകല്ലേ. ബാക്കിയുള്ള ഇവിടെ കിടന്നു എന്ത് ചെയ്യുന്നു? ഹലോ, ജോർജ് സാറിന്റെ ആരുമല്ല. പിന്നെ ഇത്രയും ബേസ് എന്തിന്? അഹൂജ കമ്പനിക്കാരൻ എന്നോട് ഇഷ്ടം കൊണ്ട് പടലേക്ക് വെച്ചെന്ന് എനിക്ക് ചൊറിയണം. വലിപ്പ മൂടാണല്ലോ. പോവാതിരിക്കണം. പോവാനിരിക്കുന്നത് ഈ ആങ്കിളിലല്ല, പോവാനിരിക്കുന്നത് നമ്മൾ ഈ ആങ്കിളിലല്ലേ. അതല്ല ചോദിച്ചത്, ഗൾഫിലോട്ട് പോയിരിക്കണമെന്ന്. ഗൾഫിലോട്ട് ഞാൻ പോകാനിരിക്കുമല്ല. പിന്നെ ഞാൻ ഇഷ്ടം പോലെ ഇഷ്ടത്തിന് എന്റെ കൂടെ കൊണ്ടുവരുന്ന ഒരു ബംഗാളിയുണ്ട്. അവനെ യാത്രയേക്കാൻ വന്നതാ. 18 വർഷമായി അവൻ എൻ്റെ കൂടെ ജോലി ചെയ്തിട്ട്. എന്റെ മോനെ പോലെ ഞാൻ അവനെ കാണുന്നത്. ഒരു ബംഗാളിയായിട്ടല്ല. അവൻ എൻ്റെ അടുത്ത് അവസാനമായിട്ടൊരു കാര്യം പറഞ്ഞു. ഇപ്രാവശ്യം അവൻ നാട്ടിൽ പോകുമ്പോൾ ഒരു ഫ്ലൈറ്റിൽ കയറണമെന്ന്. ഞാൻ കോൺട്രാക്ടറായ ഞാൻ അവന് ടിക്കറ്റ് എടുത്ത് കൊടുത്ത് ഇവിടെ വന്ന് അയക്കാനിരിക്കുക. അറിയാവോ? ആ ബംഗാളിയിലേക്ക് സമയം എന്റെ അച്ഛനമ്മ ചെയ്തെന്തെന്നറിയാമോ? എന്ത്? പൂച്ചയെ കൊണ്ട് കളയുമ്പോൾ അവിടെ കളഞ്ഞിട്ട് 2 പെട്ടി തന്നിട്ട് ഒറ്റ പോക്ക്. അത് നന്ദലാല പാട്ട് വിട്ടോണ്ട് അവർക്ക് ഈ നാട്ടിൽ ഞാൻ എങ്ങനെങ്കിലും പോയാൽ മതി. അത് മതി. ഓ, സമ്മതിക്കണം. എങ്ങോട്ട് പോണ്? ദുബായ്. എന്ത് ജോലി? പാചകം. അളിയന്റെ കൂടെ. പാചകമാണോ? ഓ, പാചകം. ധൈര്യമായിട്ട് പൊക്കോ പാചകത്തിന്. അയ്യോ, അളിയൻ പറഞ്ഞത് ഭയങ്കര പാടുള്ള പണിയാണ്. നീ അവിടെ പിടിച്ചിരിക്കുന്നതിനും പാടെന്നൊക്കെയാണ്. ആര് പറഞ്ഞു? ഞാനൊരു 5-6 വർഷം ഗൾഫിലുണ്ടായിരുന്നല്ലേ. അവിടെ ഇപ്പൊ വേറൊരു സംഭവമൊക്കെ ഉണ്ട്. നമ്മൾ ഇവിടത്തെ പോലെ എന്തെങ്കിലും കൈയിട്ട് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞുണ്ടാക്കുന്ന പോലെ അല്ല. അവിടെ മിഷണറീസ് ആണ്. ഫിഷറീസ് അല്ലെന്ന്, പിന്നെ മിഷണറി ആണ് അവിടെ. ഉദാഹരണത്തിന് നമുക്കിപ്പോ ഒരു ആടിനെ നിർത്തിപ്പൊരിക്കണമെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ആയതുകൊണ്ട് നമ്മൾ ഒരു ജീവനുള്ള ആടിനെ ഇതിന്റെ ഈ മിഷ്യന്റെ സൈഡിലോട്ട് ഇങ്ങനെ കയറ്റി വിടും. ജീവനുള്ള ആടിനെ ഇവിടുന്ന് ഇങ്ങനെ കയറി ഇറങ്ങി ഇപ്പുറത്തെ സൈഡിൽ വരുമ്പോ നിർത്തിപ്പൊരിച്ച ആട് റെഡി. സത്യമായിട്ടും? ആ, സത്യമായിട്ടും. പിന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഈ പള്ളക്ക് ഒന്നിങ്ങനെ പിടിച്ചിട്ട് അത്ര സെറ്റപ്പാ. ഇനി നമുക്ക് ഈ ആട് വേണ്ടെങ്കിലോ? അതല്ലേ മിഷണറീസിന്റെ ഗുണമെന്ന് പറയുന്നത്. ഈ മിഷന്റെ അടുത്തോട്ട് ഈ നമുക്ക് വേണ്ടാത്ത ഈ നിർത്തിപ്പൊരിച്ച ആടില്ലേ, ഇതിനകത്തോട്ട് വീണ്ടും കയറ്റണം. തിരിച്ചിങ്ങനെ കറങ്ങി ഇവിടെ വരുമ്പോഴത്തേന് ആട് ജീവനും കൂടെ ഒറ്റ ഓട്ടം. ഒരു പ്രശ്നമില്ല. പിന്നെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത്? നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പള്ളക്കൂന്നിന്റെ കഷ്ണം പിച്ചെടുത്തില്ലേ, അതിന്റെ ഒരു ചെറിയൊരു ഹോള് കാണും. എന്റെ പൊന്നു പുളു. ദൈവമേ, എന്തോന്ന് പുളുവാണ് അടിക്കുന്നത്. അണന്റെ പേരെന്തോന്നു? എന്റെ പേര് ചിത്തൻ. ഓ, സ്വന്തമായിട്ട് പേര് പറഞ്ഞ് സ്വന്തമായിട്ട് എന്നെ വിളിയൊക്കെയാണ്. അതല്ലെന്ന്, ചിത്തൻ ഓ എന്ന് പറയുന്ന എന്റെ ഇൻഷലാ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ ബംഗാളിക്ക് ടിക്കറ്റ് കൊടുത്ത് അനിയനെ പോലെ കണ്ട് നിങ്ങൾ കയറ്റി വിടുന്നു. നിങ്ങൾ എന്താണ് ഈ മലയാളി സ്നേഹിക്കാത്തത്? മലയാളി സ്നേഹിക്കാത്ത കാര്യമുണ്ടാ? ഞാൻ എന്റെ കോൺട്രാക്ടർ പിടിക്കുന്ന വീട്ടിലോട്ട് ഒരു മലയാളിയെയും ബംഗാളിയും കൂടെ കൊണ്ടുവച്ചെന്ന മലയാളി എന്തോ ചെയ്യുന്നറിയാവോ? രാവിലെ തുടങ്ങാവും ഫോണും തോണ്ടി ഇങ്ങനെ ഇരിക്കാൻ. ഈ ബംഗാളി അതല്ല. ഈ ബംഗാളി രാവിലെ 6 മണിക്ക് സൈറ്റിൽ കയറും. കട്ടച്ചൂടും പണി അവിടെ കിടന്ന് 6 മണി വരെ. വൈകുന്നേരം 6 മണിയാകുമ്പോ എന്റെ വീട്ടിൽ വരും. അതും അവന്റെ സൈറ്റാ. അവിടെയും പണിയെടുത്തിട്ട് ഈ ബംഗാളി ഫോൺ തോണ്ടുന്ന എപ്പോഴാന്നറിയാമല്ലോ? ഇല്ല. രാത്രി 12 മണി. അപ്പോഴും അവ ഏതോ സൈറ്റിൽ കയറുന്നതായിരിക്കും. അതൊക്കെ അവന്റെ വ്യക്തിപരമായ താല്പര്യം. പക്ഷെ രാവിലെ അവൻ പണിക്ക് ജിൽ 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 എന്ന് പറഞ്ഞ് നിൽക്കും അവൻ. അത്രേ ഉള്ളൂ. ചേട്ടാ, ഒരു മിനിറ്റ്. എനിക്ക് വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് കുറെ മെസ്സേജ് വരുന്നുണ്ട്.
अरे खोर मैं खोर खत बात खोर मैं खत खत खो खत वाले मैं खत कर मैंने खत 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 खो ഇത് മുട്ട വല്ല വിടൂ മുട്ടയുടെ വന്നോ പിന്നെ പടക്കോടയിൽ വന്നിരിക്കുന്നു അവന് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടായിരുന്നു ബംഗാളില് പിന്നെ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ എന്താ എന്തൊരു ഒച്ചയൊക്കെ കേട്ടായിരുന്നു അയ്യോ അതെന്നെ സ്നേഹത്തോടെ അവരെ കൊണ്ടാക്കാൻ വേണ്ടിട്ട് കൂട്ടുകാർ വന്നതാണ് കൂട്ടുകാരി വന്നാണോ കൂട്ടുകാർ വന്നതാണ് അപ്പൊ മറ്റേ സച്ചുവും അവന്മാരൊക്കെ അവന്മാരുമായിട്ട് ഞാൻ പിണങ്ങി ചേട്ടാ അതിന് പണങ്ങി പിണങ്ങിയത് പറഞ്ഞതിന് നല്ല ചേട്ടാ പിന്നെ? ഞാൻ അവർക്കൊരു മുദ്രാവാക്യം എഴുതി കൊടുത്തു മുദ്രാവാക്യം എഴുതി എഴുതി കൊടുത്തു അതിന്റെ മീറ്റർ തെറ്റിയെന്നും പറഞ്ഞു ഉമ്മാരെ എന്നോട് പിണങ്ങി. ഇവിടെ മുദ്രാവാക്യം എഴുതി കൊടുത്തതിന് മീറ്റർ തെറ്റിന്ന് പറഞ്ഞ് വലിയൊരു പിണങ്ങുവാ എന്താ സംഭവം എന്നറിയാമോ ഇല്ല. കട്ട തൊഴിലാളികൾക്ക് ബോണസ് ഉണ്ട് അതുണ്ട് ബോണസ് ഉണ്ട് കട്ടത്തോളർക്ക് ബോണസ് ഉണ്ട് കയർ തൊഴിലാളികൾക്ക് ബോണസ് ഉണ്ട് ബോണസ് ഉണ്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ബോണസ് ഇല്ല ഇത് ഞാൻ എഴുതി കൊടുത്തിട്ട് മീറ്റർ തെറ്റിപ്പോയെന്നും പറഞ്ഞാണ് ഉമാരി പിണങ്ങിയത് എടാ എനിക്കൊന്നും മനസ്സിലാകുന്ന അതൊന്ന് പറഞ്ഞു തരാവാ അത് പറഞ്ഞു തരാം പക്ഷെ നിങ്ങൾ ഏറ്റു പറയാൻ പറ്റുമോ എടാ ഒന്ന് വിളിക്കാവടാ അവൻ അത് പറഞ്ഞു മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഓ വിളി കട തൊഴിലാളികൾക്ക് ബോണസ് ഉണ്ട് ബോണസ് ഉണ്ട് കയർ തൊഴിലാളികൾക്ക് ബോണസ് ഉണ്ട് കയർ തൊഴിലാളിക്ക് ബോണസ് ഉണ്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് മാത്രം ഓണസ് ഇല്ല എങ്ങനെ ഇനിയും വേണം കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് മാത്രം ബോണസില്ല ഇതിന്റെ മീറ്റർ തെറ്റിയെന്ന് പറഞ്ഞാണ് അവര് നിന്നോട് വഴക്കുണ്ടാക്കിയത് അതെ ഇത് മീറ്റർ തെറ്റിയല്ലടാ പിന്നെ? ഇത് മീറ്റർ നിന്ന് കത്തിയത് അപ്പൊ മിണ്ടല്ലേ വീണ്ടും മെസ്സേജ് വരുന്നുണ്ട് മെസ്സേജാ അരെ ചോയ്ക്കാൻമാർ കോർ കോൾ മേ കട്ട് കട്ട് ഖോ സം കട്ട് 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 മൻ കട്ട് എന്തുവാ കാണിച്ചത് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയതാണ് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയതാ സ്വന്തം ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചാണ് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആവുന്നത് ആ ഫോൺ പോണെങ്കിൽ പോട്ട് ചേട്ടാ ഹെഡ്സെറ്റ് ഉണ്ടല്ലോ എനിക്ക് ദുബായി കൊണ്ടുപോയി എന്റെ അച്ഛനും വീട്ടിൽ തന്നോട്ട് അച്ചപ്പം അരിമുറുക്ക് ചിപ്സ് അതിന്റെ മടകളെ കയറിയിരിക്കുന്നത് ഈ അച്ചപ്പം പൊടിച്ചല്ലേ തിന്നുന്നത് അച്ചപ്പം പൊടിക്കുന്ന കൈ കൊണ്ടാണ് അല്ലാതെ ചന്തി കൊണ്ടല്ല എന്നീ കേരളത്തിൽ കാലുകുത്തിയോ അന്ന് മുതൽ ഞങ്ങൾ മലയാളിക്ക് ജോലിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പെട്ടി പ്രമാണം എടുത്തോണ്ട് ദുബായിക്ക് പോകേണ്ടി വരും. അല്ലാതെ നിനക്കൊക്കെ കേരളത്തിൽ നിന്ന് പണിയാൻ പറ്റാത്തോണ്ടല്ല എനിക്ക് അവന്മാരെ എന്റെ ചെറുക്കനെ വല്ലതും പറഞ്ഞോട്ടല്ലോ പറയും എടാ ഇവൻ എന്തൊക്കെ പണിയെന്ന് അറിയാമോ എന്താ പണി ചെയ്യുമാര് എടാ ഇവൻ എന്റെ വീട്ടിലെ സകല തെങ്ങിലും വലിഞ്ഞു കയറും അണ്ണാനാണോ ഈ നിൽക്കുന്നത് അണ്ണാനല്ലെന്ന് പിന്നെ? എന്റെ വീട്ടിലെ സകല തെങ്ങിലും ഇവൻ കയറി തേങ്ങ ഇടും പിന്നെ ഒരു കുഴപ്പമുണ്ട് ഈ മിഷ്യൻ കണ്ടുപിടിച്ചതിന് ശേഷം ഇവൻ ആ പണി നിർത്തി ഇവൻ മടിയായി മടിയനാര് കൊണ്ടല്ല എന്ത്? ഈ നെഞ്ചൊറഞ്ഞ് കേറുമ്പോ കിട്ടുന്ന സുഖം മിഷനകത്ത് കിട്ടില്ല എന്തൊരു മനുഷ്യൻ അതല്ല നിനക്ക് വീട്ടിലേക്ക് കൊണ്ടുള്ള സാധനത്തിന്റെ ലിസ്റ്റ് ഉണ്ടല്ലോ അത് ഞാൻ മേടിച്ചോളാം വീട്ടിലെ അച്ഛനും വീട്ടിലെല്ലാം കൊടുക്കാനുള്ളതല്ലേ എന്തൊക്കെ വേണം? അത് അമ്മയ്ക്ക് 10 കവർ തമ്പാക്ക് അച്ഛന് 25 ഹുക്ക ചുക്ക അതെന്താടാ അവരെ ഒരു ചുക്കിനും കൊള്ളത്തില്ല ചേട്ടാ എടാ അതല്ല നീ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും ആൾക്കാരെ വിളിച്ച് പറയണം നിന്നെ വന്ന് പിക്ക് ചെയ്തോണ്ട് പോവാൻ വിളിച്ചു പറയാൻ പറ്റില്ല അതെന്നാ ഞാൻ ലെഫ്റ്റ് ആയില്ല എന്റെ ഫോൺ പോയി ഫോണും തല്ലി പൊട്ടിച്ചിട്ട് ലെഫ്റ്റ് ആയില്ല എന്താടാ അങ്ങനെയാണെങ്കിൽ ചേട്ടന്റെ ഫോൺ താ എന്റെ ഫോൺ കാരണത്തിരിക്കുക എന്നാ പിന്നെ നിങ്ങളുടെ ഫോൺ തരാമോ എന്റെ ഫോണും തരാൻ പറ്റൂല എടാ ഒന്ന് കൊടുറാ അവന് വീട്ടിൽ വിളിച്ച് എന്റെ ഫോണ് തരാൻ പറ്റൂല നമ്മൾ മനുഷ്യന്മാരല്ലേ ചേട്ടാ തരാൻ പറ്റൂല എടാ കൊടുക്കടാ ഒന്ന് പ്ലീസ് വീട്ടിൽ വിളിച്ച് പറയട്ടെ പ്ലീസ് ഒന്ന് താ ചേട്ടാ വലിയ ശല്യമായല്ലോ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കും വിളിക്കട്ടെ എന്റെ ദൈവമേ എന്താ വിളിച്ച് പറ ഇതിനകത്തും എന്തൊക്കെയോ വരുന്നുണ്ട് മെസ്സേജ് അത് നാട്ടിലെ വാട്സപ്പ് ഗ്രൂപ്പ് ഭയങ്കര ശല്യമാണ് ചേട്ടനും ശല്യവാ ഗ്രൂപ്പ് അല്ലേ എടാ എന്തുവാടാ മുടിഞ്ഞവനെ വിളിച്ചോണ്ട് പോ ആദ്യം കയറിയിരുന്ന എന്റെ അച്ചപ്പം പൊട്ടിച്ച് അച്ചപ്പം. ഇപ്പൊ എന്റെ വില കൂടിയ ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചത് എന്താ ചേട്ടാ ഇത് ഞാൻ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ചതല്ല എനിക്കിതിന്റെ കാശില്ല എന്റെ കുളം മാറും എടാ നിനക്ക് എത്ര രൂപ വേണമെങ്കിലും തരാം എന്റെ ചെറുക്കനാണ് പൊട്ടിച്ചളഞ്ഞത് നിനക്ക് എത്ര ലക്ഷം രൂപ വേണമെങ്കിലും ഞാൻ തരാം കാരണം തന്നില്ലെങ്കിൽ നിന്നെ വിടൂല അവനെ വിടൂല ഞാൻ എന്റെ ചെറുക്കനൊന്നും പറയരുത് എടാ ഇവനെ എനിക്ക് കിട്ടിയത് എങ്ങനെയാണെന്നറിയാമോ ഒരു രാത്രി പെരുമ്പാവൂര് വെളുപ്പിനെ 3:30 നടക്കാൻ ഇറങ്ങി തനിക്ക് ഉറക്കമില്ലേടോ എടാ, അതാണ് ഇവിടുത്തെ വിഷയം ഇപ്പൊ പെരുമ്പാവൂര് വെളുപ്പിനെ 3:30 നടക്കാൻ ഇറങ്ങി മഴയുണ്ടായിരുന്നു ഞാൻ നടന്നിങ്ങനെ പോകുമ്പോ പുറകിന്ന് ഒരു കരച്ചിൽ കാക്ക കുഞ്ഞല്ലോ ആണോ കുഞ്ഞല്ലേ തിരിഞ്ഞു നോക്കിയപ്പോ ഈ കുഞ്ഞ് കൂട്ടം തെറ്റി നിൽക്കുന്നതാ 10 വയസ്സേ ഉള്ള ഇവന് ഞാൻ വീട്ടിൽ ചേർത്ത് നിർത്തി ഞാൻ ഇവനെ ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോയില്ല ഞാൻ പണിയുന്ന കോൺട്രാക്ട് സ്ഥലത്ത് കൊണ്ടുപോകാനാ എന്നിട്ട് അവന്റെ ഇഷ്ടത്തിന് ഞാൻ 40 പാക്കറ്റ് സിമെന്റ് കുഴപ്പിച്ചാണ് കൊണ്ടുപോയി എന്റെ ദൈവമേ അവന്റെ ഇഷ്ടത്തിന് ഞാൻ അവനെ 8 നിലയുടെ മെകളിൽ കെട്ടി കമ്പി കെട്ടിച്ച് അവന്റെ ഇഷ്ടത്തിന് എടാ താൻ മനുഷ്യനാണോ എന്താ? എടാ 10 വയസ്സുള്ള ചെറുക്കനെ ജോലി ചെയ്ത് തന്നെ ബാലവേലയ്ക്ക് അകത്ത് പോയിട്ട് അങ്ങനെ പറയരുത്. അന്നവര് 10 ഇന്നവര് ഒരുപാട് പൈസ എന്റെ മോന്റെ അടുത്താണ് നീ ഇങ്ങനെ ചെയ്യോ അത് ചെയ്യില്ല. അവൻ മണ്ടനായോണ്ട് കേട്ടോണ്ട് നിന്ന് ഞാനാണ് ചെവിക്കലടിച്ച് പൊട്ടിച്ചന അങ്ങനെ പറയരുത് ഒരു കാര്യമുണ്ട് ഒറ്റക്ക് നീ പോകണ്ട ഞാനും കൂടെ ടിക്കറ്റ് എടുത്ത് ഞാൻ വരാം അയ്യോ ചേട്ടൻ വരണ്ട അതെന്നാ ഞാൻ കല്യാണം കഴിച്ചു അപ്പൊ കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം നീ വീട്ടിൽ കൊണ്ടുവരുന്നല്ലോ അപ്പൊ ഞാൻ കല്യാണം കഴിച്ചില്ല ഭയങ്കര വിശ്വാസമാണല്ലോ കണ്ടറാക്കിന് നീ അവിടെ ചെന്നാ നീ നിൽക്കും ഞാനും കൂടെ വരാം എന്താ സംഭവം എന്നറിയാമോ എന്തുവാ
എന്റെ ചേട്ടാ ഞങ്ങളുടെ നാട്ടിലൊരു ശാപം കിട്ടിയൊക്കെയാണ്. എന്താന്നറിയാമോ? 50 വയസ്സുള്ള പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാർ മിസ്സിംഗ് ആണ്. അതുകൊണ്ട് അവരെ കണ്ടുപിടിക്കാൻ വേണ്ടി ഹോമം കർമ്മങ്ങൾ ചെയ്തോണ്ടിരിക്കുക നാട്ടിൽ. 50 വയസ്സുള്ളവരെല്ലാം അവിടെ ഉണ്ട് ഇപ്പൊ. ഉണ്ട്. എനിക്ക് 49 വയസ്സല്ലേ ഉള്ളൂ. ചേട്ടൻ വരണ്ട. അതെന്നാ ചേട്ടാ, UP-യിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും സിത്തൻ തന്നെ അല്ലേ? മോനെ നീ പോയിട്ട് വരണേടാ. ഞാൻ വരും ചേട്ടാ. ഉറപ്പാണോ? അങ്ങനെയാണെങ്കിലും മറ്റേ പോക്കറ്റിൽ ഇരിക്കുന്ന പേപ്പറിങ് എന്നടാ. അതെന്തിനാ? നീ തിരിച്ചു വരത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ ഗ്യാസിന്റെ കാർഡ് എടുത്തു തന്നത്. ഇതാണ് പാസ്പോർട്ട്. ചേട്ടാ, ഞാനും ഒരു ഉമ്മ തരട്ടെ. വേണ്ട, നിന്റെ തമ്പാക്കല്ല എന്റെ വായി കയറി. മോനെ തിരിച്ചു പറഞ്ഞേടാ. വരും ചേട്ടാ. ഞാൻ വരും ചേട്ടാ. അരെ ബായ്, ഒരു കാര്യം ചോദിച്ചോട്ടോ, നീ പോയാ ഇനി തിരിച്ചു വരൂ? തിരിച്ചു വരും. നിനക്ക് പ്രാന്തുണ്ടാണ്. അതെന്താ ചേട്ടാ? 18 വർഷമായില്ലേ നീ ഇവിടെ കിടന്ന് കഷ്ടപ്പെടാൻ തുടങ്ങി. ഒരു മാസത്തെ ലീവ് കിട്ടുമ്പോൾ ഒന്നുകൂടെ കൂടുതൽ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് അടിച്ചു പൊളിക്കാനുള്ളതിന്. എടാ, ഞാൻ പോകുന്നതിന് കാര്യമുണ്ട്. എന്താ? എനിക്ക് വീടില്ല, വസ്തുവില്ല, പെങ്ങന്മാരെ കെട്ടിക്കണം. അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ സ്വന്തം നാട്ടിൽ തന്നെ കിടക്കൂലായിരുന്ന. എന്റെ ചേട്ടാ, ഞാൻ തിരിച്ചു വരുന്നത് എന്താണെന്നറിയാമോ? ഞാൻ പെങ്ങന്മാരെ കെട്ടിച്ചു, സ്ഥലം മേടിച്ചു, പുര വെച്ചു. ഇതെല്ലാം ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടാണ് ചേട്ടാ. അപ്പൊ ഇവിടെ നിന്ന് കഷ്ടപ്പെട്ട് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റൂ? പിന്നെ ഇവിടെ നിന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാക്കാൻ. ചേട്ടാ, പാട്ട് കേൾക്കാൻ ഒരു ഫോണും പണിയെടുക്കാൻ നല്ലൊരു മനസ്സുമുണ്ടെങ്കിൽ ഈ കേരളവാസേട്ടാ ഞങ്ങളുടെ ഗൾഫ്. അണ്ണാ, എന്റെ തീരുമാനത്തിൽ ചെറിയൊരു മാറ്റമുണ്ട്. എന്ത്? ഞാൻ ഗൾഫിൽ പോകുന്നില്ല. അതെന്നാ? നാളെ മുതൽ ഞാൻ അണ്ണന്റെ പണിക്ക് വരാൻ പോകുന്നു. ഉറപ്പാ? പിന്നെ എവൻ ഇവിടെ തിരി ഉണ്ടാക്കാമെങ്കിൽ പിന്നെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റൂലേ? നിനക്ക് പണിയാൻ നല്ലൊരു മനസ്സുണ്ടെങ്കിൽ എന്റെ സൈറ്റിൽ ഞാൻ നിന്നെ കൊണ്ടുപോകൂടാ. ആണോ? ആ, അങ്ങനെയാണെങ്കിൽ ഞാൻ പോയിട്ട് വരട്ടെ ചേട്ടാ. അപ്പൊ ഹാപ്പി ജേണി. ഹാപ്പി ജേണി. നല്ല കയ്യടി. നസീർക്ക കൊള്ളായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു, നല്ല ബംഗാളി. രാജ്മോൻ കലക്കി കേട്ടോ. ഞാൻ ഐറ്റം വേറെ സ്ഥിരം ബംഗാളിയാ. രാജിമോൻ ഞാൻ ആദ്യം വന്ന സ്കിറ്റ് ബംഗാളിയുടെ ആയിരുന്നു. അത് നന്നായിരുന്നു. അതിലും കുറേയും കൂടെ കളിക്കാനുള്ളത് ഇതിലായിരുന്നു. അതെ, അതെ. കുറേയും കൂടെ നല്ല രസമായിരുന്നു. പിന്നെ അതിന്റെ ആ കാരണവും നല്ലതാണ്. പണി ചെയ്തിട്ട് നാട്ടിലേക്ക് പറഞ്ഞു വിടുന്നത്. ഇത്രയും ഒരു സ്നേഹിക്കുന്ന ഒരു നാട്ടിലെ ഒരു കോൺട്രാക്ടർ ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ. പറഞ്ഞ മാറ്ററുകളൊക്കെ രസമായിരുന്നു. ശ്രീജുവിൻ്റെ ആദ്യത്തെ ആ വരവും പോക്കും ആ കാര്യങ്ങളും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. കുറച്ചുകൂടെ തമാശ ഉണ്ടായിരുന്നു, നന്നായിരുന്നു അതിനെ കേട്ടോ. പക്ഷേ എങ്കിലും മോശമല്ല, തരക്കേടില്ലായിരുന്നു, വലിയ കുഴപ്പമില്ലാതെ നിങ്ങൾ 3 പേരും ചെയ്തു. ചിത്തനും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ബിജു ചേട്ടാ. ശ്രീജു, ചിത്ത, രാജ്മോനെ നന്നായിരുന്നു കേട്ടാ. നല്ല സ്കിറ്റായിരുന്നു. താങ്ക് യു ചേട്ടാ. അത്യാവശ്യം ചിരിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബംഗാളി വന്നു കഴിഞ്ഞതിന് ശേഷം ഭയങ്കര റേഞ്ചിൽ കയറി സ്കെറ്റ്. ആ മുദ്രാവാക്യത്തിന്റെ മീറ്റർ ഇല്ലായ്മ അത് 2 പ്രാവശ്യം 3 പ്രാവശ്യം കേട്ടാലും ചിരിക്കോട്ടെ. കാരണം ഈ മലയാളി അല്ലാത്ത ഈ മനുഷ്യൻ ആണ് ഈ മലയാളത്തിൽ എഴുതി കൊടുത്താകണത്. നന്നായിട്ട് 3 പേരും നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടാ. പിന്നെ മറ്റേ ഹാർഡ് ബോർഡിന്റെ പെട്ടിയിൽ കയറിയിരിക്കണം. 1 പ്രാവശ്യം കാണിച്ചാലും ചിരിക്കുമായിരുന്നു. കാരണം ഫോൺ പൊട്ടിച്ച് അത് എന്ത് മനോധൈര്യം ഇരിക്കണുണ്ട്. ഫോൺ ഇല്ലെങ്കിൽ എന്താ ചേട്ടാ, ഇയർഫോൺ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് വേണമെങ്കിൽ ഒരു കഥ കൂടി പറഞ്ഞിട്ട് ഒന്നും കൂടി ചെയ്യാവുന്നൊരു കാര്യമാണ്. പക്ഷേ ഇതിനകത്തൊരു നല്ലൊരു മെസ്സേജ് ഉണ്ട്. ഇനിയുള്ള കാലങ്ങളിൽ മലയാളി എനിക്ക് മനസ്സറിഞ്ഞ് ഇവിടെ തന്നെ നിന്ന് ഒരു ഹാർഡ് വർക്ക് ചെയ്യാനുള്ള പരിപാടി ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഈ സ്കിറ്റ് കണ്ട അങ്ങനെ ഒരു മെസ്സേജ് പാസ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നല്ലൊരു മെസ്സേജ് ആയിരുന്നത്. നല്ല ക്ലൈമാക്സ് ആയിരുന്നു. 3 പേരും നന്നായിട്ട് പ്രകടനം കാഴ്ചവെച്ച് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഗംഭീരമാക്കും കേട്ടോ. ഒരു കാര്യം കൂടെ, നമുക്ക് ഈ കണ്ടന്റും കോൺട്രിബ്യൂഷനും എല്ലാം ശശാങ്കൻ ചേട്ടനാ. ശശാങ്കൻ ചേട്ടൻ നല്ല കയ്യടി കൊടുക്കണം. ചിത്തനെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ചിത്തൻ നന്നായിട്ടുണ്ട് കേട്ടോ. ചിത്തൻ ആദ്യം മുതൽ അവസാനം വരെ ഭയങ്കര ജില്ലായിട്ടൊന്ന് കളിച്ച്, അത് പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ്. ചിത്ത ഗ്രാൻഡ് ആയിരുന്നു. താങ്ക് യു ചേട്ടാ. മുറ്റത്തെ മുല്ലക്ക് മണമില്ല നമ്മൾ പറയില്ലേ. നമ്മുടെ നാടിൻ്റെ സുഖസൗകര്യങ്ങളോ ഒന്നും നമ്മൾ കാണുന്നില്ല. നമ്മളെല്ലാവരും വിദേശത്തേക്ക് പറന്നുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ പുതിയ തലമുറക്ക് ഒരു ഉഗ്രൻ ക്ലാസ്സാണ് നിങ്ങൾ തന്നിരിക്കുന്നത്. കാരണം ഒരുപാട് പേരുണ്ടല്ലോ നമ്മൾ വിദേശത്ത് എന്നാലേ നമുക്ക് നടക്കുള്ളൂ എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാനൊക്കെ ആദ്യമൊക്കെ ഗൾഫിൽ പോകുമ്പോഴും യൂറോപ്പിൽ പോകുമ്പോഴൊക്കെ എൻ്റെ അടുത്ത് പലരും ഇവിടെ നിന്ന് ചാടി അമേരിക്കയിലോട്ടൊക്കെ പോകുന്ന അറിയാമല്ലോ നിങ്ങൾക്ക്. ആ കാലഘട്ടങ്ങളിൽ 80-ലും 90-ലൊക്കെ എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇവിടെ നിൽക്കുക, ഇവിടെ നമുക്ക് നമ്മളുടെ ജോബി ഒപ്പിക്കാം. ഞാൻ പറയും എനിക്ക് നമ്മുടെ നാട് മതി എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് തട്ടിയ ഒരു സ്കിറ്റ് കൂടെയാണിത്. കണ്ട, ആ നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്കിവിടെ പണിയെടുത്താൽ മതി. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഉഗ്രൻ മെസ്സേജാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോ ഇവരുടെ ക്യാഷോടെ കൊടുത്താൽ നമുക്ക് ഇവരെ സെറ്റിൽ ചെയ്യാം. ആരാണ് ആദ്യം?
ഞാനൊരു 13,000 രൂപ കൊടുക്കാം. 13,000 രൂപ ചേട്ടാ. ഞാനൊരു 14,000 രൂപ. അപ്പൊ 27,000 രൂപ ആയിട്ടുണ്ട് ബിജുക്കട ചേട്ടു. ബാക്കി ഞാനങ്ങ് അയച്ചു കഴിഞ്ഞു. ടോട്ടൽ എമൗണ്ട് 50,000 രൂപ. നല്ല എമൗണ്ട് ആണ്. ഓക്കെ, ഇവിടെ നിന്ന് പണിയെടുക്കാൻ ചെറിയൊരു തുടക്കം ഞങ്ങൾ തന്നിട്ടുണ്ട്. ബാക്കി പിന്നെ ഓക്കെ ഓക്കെ ഓക്കെ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെയുടെ അടുത്ത ടീം സുധീഷ് മുല്ലൂരുണ്ട്, സൂര്യശ്രീ ഉണ്ട്, സജിച്ചേട്ടനുണ്ട്. ഒരു നല്ല കയ്യടി. അടി ഞാനോരാവോ ഇരുളു നീന്തി വന്നു, ആരും കാണാതകലെ കാത്തു നിന്നു, ഒരു കാറ്റായി മഴയായി കിളിവാതിൽ വന്നു ചാരേ നിന്നെ. എന്നതില്ല ഒരു സെക്കൻഡ്. ഹലോ ഹലോ അളിയ എവിടെ നിൽക്കുന്നു? എടാ, ഞങ്ങൾ ഈ ബേപ്പൂർ കോട്ടയിലേക്ക് പോകുന്ന വഴിക്ക് ഒരു കോട്ടയിൽ ഇറങ്ങി കേട്ടോ. അളിയാ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ നില്ല്, ഞാൻ ഗ്ലാസും വെള്ളവും ടച്ചിങ്സും ആയിട്ട് അങ്ങോട്ട് വരുന്നു. എന്തിന്? അളിയല്ലേ പറഞ്ഞു അവിടെ കോട്ട ഉണ്ടെന്ന്. ഈടാ, കോട്ട കിട്ടി കാര്യം ഒരു കോട്ടയുടെ അടുത്ത് നിൽക്കുന്നെന്നാ പറഞ്ഞത്. അതാണോ പറഞ്ഞത്? ആ, ഹണിമൂണ് ഹണിമൂണ് ഹണിമൂണ്. കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ അളിയാ? അതിന്റെ ചെലവൊന്നും കിട്ടിയില്ല. പിന്നെ നിനക്ക് ചെലവ് തരാൻ വേണ്ടിട്ട് നീ എന്റെ ആദ്യത്തെ ഭാര്യയല്ലേ? എടാ, വെച്ചിട്ട് പോടാ. ഒരെണ്ണത്തിനെ കെട്ടിയെന്റെ ഭാര്യ ഇവിടെ തീർന്നില്ല, അതിനിടയ്ക്കാണ് അവന്റെ ചെലവ്. ഇവരൊക്കെ എങ്ങനെ വിളിക്കണമെന്നാണ്. ചേട്ടാ, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്തേ ചേട്ടനോട് അച്ഛൻ ഇങ്ങനെ മാറ്റി നിർത്തി ചെവിയിൽ എന്തോ പറഞ്ഞില്ലേ, എന്തുവായിരുന്നു? അത് വേറൊന്നുമല്ല, ഈ ഹണിമൂണിനൊക്കെ പോയി കറങ്ങിയിട്ടൊക്കെ വരുമ്പോൾ കറക്റ്റായിട്ട് നിന്നെയും കൂടെ കൂട്ടിക്കൊണ്ട് വരണേന്നാ പറഞ്ഞത്. അത് എനിക്ക് ഈ മറവി രോഗമുണ്ട്, ഞാൻ എന്തെങ്കിലും കൊണ്ടുപോയി അവിടെ വെച്ച് മറന്നു പോരും. അങ്ങനെ ചെയ്തിട്ടുണ്ടോ? പിന്നെ എന്തുമാത്രം കോട, വാച്ച്, ഇസ്തിരിപ്പെട്ടി. ഈ ഇടയ്ക്ക് തൃശ്ശൂർ പൂരത്തിന് പോയപ്പം അപ്പനാണെങ്കിൽ അവിടുത്തെ ആനയുടെ അടുത്ത് വെച്ചിട്ട് മറന്നിട്ട് പോന്നു ഞാൻ. അല്ലല്ല, ഇപ്പൊ അതൊക്കെ മാറി മാറി മാറി. ചേട്ടാ, എന്തായാലും നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കണം. എനിക്കാണ് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ സാധിച്ചു തരും. എനിക്ക് 10 കുട്ടികൾ വേണമെന്ന ആഗ്രഹം. അപ്പൊ പെൻഷൻ ഇല്ല. എന്താ? അല്ല, ജോലിക്ക് പോയാലല്ലേ പെൻഷൻ കിട്ടത്തുള്ളൂ. 10 കുട്ടികളാവുമ്പോ പിന്നെ അവരെ നോക്കി വീട്ടിൽ ഇരിക്കണ്ടേ? എന്റെ പൊന്ന് ദൈവമേ. ചേട്ടാ, ഒട്ടും റൊമാൻറ്റിക് അല്ല കേട്ടോ. ആര് പറഞ്ഞു? നീ സിന്ധുവിന്റെ അടുത്ത് ചോദിച്ചു നോക്ക്. ആരോട് ചോദിക്കാൻ? എന്ത് പറഞ്ഞു? നീ എന്താ സത്യത്തിൽ ചോദിച്ചത്? ചേട്ടാ, ഒട്ടും റൊമാൻറ്റിക് അല്ല. അതെ, അങ്ങനെ പറ. അതെ, റൊമാൻസിക്ക് എന്റെ കയ്യിലെ പൈസ തീരുന്ന അനുസരിച്ച് റൊമാൻസ് കുറയും. അങ്ങനെയാണ് റൊമാൻസ്. വരെ ഒരു കാര്യം പറയട്ടെ. പറ. നിനക്ക് തരാം മഞ്ച്, ഉച്ചയ്ക്കുണ്ണാൻ ലഞ്ച്, തരുമോ എനിക്കൊരു ഫ്രഞ്ച്. ഇതെന്താ സംഭവം? എന്താ പിക്കപ്പ് ലൈനാ? ആണാ? ഇങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ സാധനം പറയാം. കേരളത്തിലുണ്ട് കൊച്ചി, നീ എന്റെ അച്ചി, നിന്റെ അച്ഛന്റെ ഉച്ചി. എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയോ? നീ എനിക്ക് ചേരാത്ത വേഷങ്ങളും കെട്ടി ഇവിടെ കൊണ്ടുവന്ന ഈ സ്ഥലങ്ങളിലൊക്കെ പൈസ ഒന്നുമില്ല. എനിക്ക് സംശയമുണ്ട്, നിങ്ങൾക്ക് ഇതിനു മുമ്പ് വല്ല പ്രണയം ഉണ്ടായിരുന്നോ? അയ്യോ, എനിക്ക് അതിനെ കുറിച്ച് അറിയത്തുമില്ല. എനിക്കാണെങ്കിൽ പെണ്ണുങ്ങളെ കാണുമ്പോഴേ പേടിയാ. നീ എന്റെ അടുത്ത് നിൽക്കുമ്പോൾ ഞാൻ വിറച്ചോണ്ടിരിക്കുകയാണ്. സത്യമോ? സത്യം. നിനക്ക് പ്രണയം വല്ല ഉണ്ടായിരുന്നു? എനിക്കില്ലായിരുന്നു. എന്റെ കൂട്ടുകാരികൾക്കുണ്ടായിരുന്നു. അപ്പൊ മോക്കില്ലായിരുന്നോ? പിന്നെ അവർക്കൊക്കെ മൂക്കില്ലേ? മൂക്കോ? എടി, മോക്ക് നിനക്കില്ലായിരുന്നോ? എനിക്ക് അങ്ങനെയല്ല. ഞാനൊരു 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ ഒരെണ്ണം. 10ാം ക്ലാസ് അത് പ്രായത്തിൻ്റെത്. +2 പഠിച്ചപ്പം 2 എണ്ണം. +2 അതും പ്രായത്തിൻ്റെത്. കോളേജിൽ പഠിച്ചപ്പം 3 എണ്ണം. അത് പ്രായത്തിന്റെ അല്ല. പിന്നെ 1 2 3 ദൈവമേ, പൊതിച്ചോറെന്നും പറഞ്ഞൊരു സമൂഹ സത്യമാണോ പൊതിഞ്ഞോണ്ട് വന്നത്? ചേട്ടാ, അതെ, എനിക്ക് കല്യാണത്തിന് മുമ്പ് റീൽസ് എടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. കൊള്ളാം. ഇതാണ് വളർത്തു ദോഷം. തള്ളൻ തന്നെയാനും പഠിപ്പിച്ചു വെച്ചിരിക്കണ. ഇതൊന്നും ചെന്ന് എടുക്കരുത് കേട്ടാ. എന്തോ എന്റർടൈൻമെന്റ്. എന്തൊരു എന്റർടൈൻമെന്റ് ആയിരുന്നാലും മോശം ഒരു നല്ല കലയല്ല. റീൽസിൽ ഡാൻസ് പാട്ടും അങ്ങനത്തെ ഒക്കെ പരിപാടികൾ ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ അതാണ്. അപ്പോഴേ എനിക്ക് ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാന് എന്റർടൈൻമെന്റ് ഉണ്ട് എനിക്ക്. ഞാൻ സാറ്റ് കളിക്കും. അല്ലല്ല, ഞാൻ ഒറ്റയ്ക്ക്. ഞാൻ തന്നെ എണ്ണും, എന്നിട്ട് ഞാൻ തന്നെ ഒളിക്കും, എന്നിട്ട് ഞാൻ തന്നെ എന്നെ കണ്ടുപിടിക്കും, എന്നിട്ട് ഞാൻ തന്നെ വന്ന് സാറ്റ് അടിക്കും. പിന്നെ ബോറടിക്കുമ്പോ ഞാൻ വീട് പൂട്ടിയിട്ട് നേരെ കടയിൽ പോയി 1 കിലോ ഏത്തമ്പഴം വാങ്ങിക്കും. എന്നിട്ട് ഞാൻ വന്ന് കോളിംഗ് ബെൽ അമർത്തും, എന്നിട്ട് ഞാൻ തന്നെ തുറക്കും, എന്നിട്ട് ഞാൻ അകത്ത് കയറി അതിഥിയെ സ്വീകരിക്കും. ആ സമയത്ത് വീട്ടിൽ ആരും ഉണ്ടാവില്ലല്ലേ? ഒറ്റ മനുഷ്യൻ കാണൂല. ഇപ്പൊ മെന്റൽ ഹോസ്പിറ്റലിൽ കിടന്നായിരുന്നു നിങ്ങൾ. എനിക്ക് ഭ്രാന്താടി. എനിക്ക് ഭ്രാന്തായോണ്ടല്ലേ നിന്നെ കെട്ടി ഒരുക്കി ഇങ്ങനെ കൊണ്ട് നടക്കണ സ്ഥലങ്ങളിലല്ല. എനിക്കും വേണ്ട നിങ്ങളുടെ കൂടെ ഉള്ളത്. ഇതെന്തുവാ ഇത്? അങ്ങോട്ട് ഹണിമൂൺ തുടങ്ങിയതേ ഉള്ളൂ, വഴക്ക് പ്രശ്നങ്ങൾ എല്ലാം ആയി.
അയ്യോ ചേട്ടാ നല്ലൊരു വണ്ടി, നമുക്ക് ഇവിടെ നിന്ന് ഒരു സെൽഫി എടുത്താലോ ചേട്ടാ? ഇനി അത് തള്ളിയിട്ടിട്ട് വേണം കണ്ടവന്റെ സാധനത്തിന് ഞാൻ പോറലെടുത്ത് പൈസ കൊടുക്കാൻ വേണ്ടി. ഒരു selfie എടുക്ക്. നീ അടി, നീ ചുമ്മാ എനിക്ക് സെൽഫി എടുക്കണം. ഇത് അങ്ങോട്ട് പോ. നല്ല നല്ല രസമുള്ള സ്ഥലം. മനുഷ്യനേട്ടാ ഒരു സെൽഫി എടുക്കും, സെൽഫി. ഇത്ര നേരം എടുത്തു പോരെ. നീ അങ്ങോട്ട് പോയി ഞാൻ ഈ കണക്കൊക്കെ ഒന്ന് എഴുതി വെക്കട്ട്. ഇനി വൈകുന്നേരം ട്രെയിനും ബുക്ക് ചെയ്യണം. ദൈവമേ, ഐസ് കുടിച്ചത് 114 16 വണ്ടി ട്രെയിൻ. എക്സ്ക്യൂസ് മീ, ആ ഇരിക്കുന്ന സ്ഥലം കണ്ടായിരുന്നു? കാണാമല്ലോ എനിക്ക്. എവിടെ? എനിക്ക് കാണുന്നില്ല. കാണാൻ പറ്റുന്നില്ലേ? ഇല്ല. അതങ്ങനെ വ്യക്തമായിട്ട് നമുക്ക് ബാക്കിലോട്ട് കാണാൻ പറ്റുന്നില്ല. ഒരു കാര്യം ചെയ്യണം. അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് ഒരു വലിയ കണ്ണാടി എടുത്തിട്ട് ഈ കയ്യിൽ അങ്ങോട്ട് അയച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കണം ബാക്കിൽ. അപ്പൊ കറക്റ്റ് കാണാൻ പറ്റും. എന്താണ് കാര്യം പറഞ്ഞത്? ഇരിക്കുന്ന സ്ഥലം അടിച്ചാൻ കയറ്റി തരും. ഇവിടെ ഇരിക്കുന്ന ഒരു കസേര ഉണ്ടായിരുന്നു, അത് കാണുന്നില്ല. അതെന്റെ പോക്കറ്റ് കിടക്കണ്ട. അതിങ്ങ് എടുക്ക്. എടാ പൊട്ട, കസേര ആരെങ്കിലും എടുത്ത് പോക്കറ്റ് ഇടോ? അത് ഞാൻ കണ്ടില്ല, ഞാൻ ഇപ്പൊ ഇവിടെ വന്നേ ഉള്ളൂ. ഇയാളെ ഇവിടെ കണ്ട നല്ല പരിചയം ഉണ്ടല്ലേ? എടി, നിന്നെ കണ്ട പരിചയം ഉണ്ടെന്ന് എനിക്ക്. ഇല്ല, അങ്ങനെ വരാൻ വഴിയില്ല. സത്യമായിട്ട് കണ്ട പരിചയമുണ്ട്. നിന്റെ കണ്ണിൽ എന്താ തേങ്ങ ഇരിക്കുന്നത്? ഞാൻ ഇപ്പൊ നിന്റെ മുമ്പ് ഇരിക്കലടാ, നിനക്ക് കണ്ടുകൂടി ഇത്രയ്ക്ക് തന്നെ. പേങ്ങനോ? പിന്നെ എന്താടാ വിളിച്ച പേങ്ങനെന്നോ? സാറ് എന്താ പറഞ്ഞ? നിനക്ക് ഞാൻ ആരെന്നറിയാമോ? ആരാ സാർ? ആരാ? ഞാൻ സ്പോട്ടിൽ ആർട്ടിസ്റ്റ്. അതെങ്ങനെ സാധിക്കും? എന്തു വെള്ളത്തിൽ കൂടെ പോകുമ്പോ ഇങ്ങനെ ആടുമ്പോ തെറ്റി പോകത്തില്ല? എന്തുവാ? ബോട്ടിലിരുന്ന് വരയ്ക്കുമെന്ന് പറഞ്ഞു ആർട്ട്. സ്പോട്ടിലല്ലെന്ന്. ഞാൻ സ്പോട്ടിൽ ആരെങ്കിലും വരും, അവരെ കാണുമ്പോ അവരുടെ പടം ഞാൻ ഇങ്ങനെ കീച്ച് വരച്ചങ്ങ് വിടും. എന്റെ അപ്പനും ഭയങ്കര കലാകാരനാണ്. വരയ്ക്കും കിടുതായിട്ട് വരയ്ക്കും. കഥ പറഞ്ഞു കൊള്ളിക്കുമ്പോ ഇത് എന്റെ അപ്പൂപ്പൻ വല്ലതും പറയോ? ഒരു ചാൻസും ഇല്ല. പറ. ഞാൻ പറഞ്ഞോട്ടെ, ഈ അപ്പനുണ്ടല്ലോ, ഈ പണ്ട് ഈ പുള്ളിപ്പുലിയും വരയും പുലിയും അങ്ങനെ രണ്ട് പുലി ഇല്ല. പണ്ട് ഒരൊറ്റ പുലിയേ ഉള്ളൂ, ഒരു കളറിൽ മഞ്ഞപ്പുലി. എന്തോ അത് അതിശയം. അങ്ങനെയൊന്നും. അങ്ങനെ അപ്പൻ കാട്ടി പോയപ്പോ രണ്ട് മഞ്ഞപ്പുലി ഇങ്ങനെ കിടന്ന് ഉറങ്ങുകയാ. നേരെ അപ്പ ഒരു ചിരട്ട എടുത്ത് കുറച്ച് കരിയും കൂടെ എടുത്തിട്ട് ഒരു ബ്രഷ് എടുത്ത് നേരെ ഒരു പുലിയുടെ അടുത്ത് വന്നിട്ട് ഇതിൽ മുക്കും ഇങ്ങനെ വരയ്ക്കും, വീണ്ടും ഇതിൽ മുക്കും ഇങ്ങനെ വരയ്ക്കും. എടാ വരച്ച് തീർന്നപ്പോ നോക്കിയപ്പോടാ ഒരു വരയും പുലിയുടെ അടുത്ത് ഒരു പുള്ളിപ്പുലി കിടക്കണ്. അതെങ്ങനെ പുള്ളിപ്പുലി? അപ്പ ഇങ്ങനെ വരച്ചിട്ട് കുടഞ്ഞില്ലേ, ഈ മഷിയെല്ലാം കൂടെ വരുന്ന ഇപ്പുറത്ത് പുള്ളിപ്പുലി. അങ്ങനെ രണ്ട് പുലി. അപ്പനെ രണ്ടായിട്ട് അവര് പങ്കിട്ടങ്ങെടുത്തു. എനിക്ക് നിന്നെ അറിയാലേ? നിനക്ക് അന്ന് താടി ഉണ്ടായിരുന്നു, എനിക്കറിയാം. അന്നൊരു പെണ്ണും ഉണ്ടായിരുന്നു, ഞാൻ പടം വരച്ചായിരുന്നു. പെണ്ണ്? ഒരു പെണ്ണുണ്ടായിരുന്നല്ലോ. നീ പോടാ, നിനക്ക് വേറെ ആള് മാറി പേയിച്ചോ. പോടാ. ഉണ്ടായിരുന്നല്ല, നോക്കട്ടെ. ഉണ്ട്. സിന്ധു എന്ന് പറഞ്ഞൊരു പെണ്ണിനെ കൊണ്ടുവന്നില്ല. സിന്ധുവിനെ കൊണ്ടുവന്നില്ലേ? സിന്ധുവിനെ നീ കൊണ്ടുവന്നില്ലേ? ഇവിടെ സിന്ധു എന്ന് പറഞ്ഞൊരു പെണ്ണില്ല, എനിക്ക് അറിയത്തില്ല. ഉണ്ട്. ആ പടം ഞാൻ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ആ പടം വരച്ചപ്പോ നീ എന്റെ അടുത്ത് പറഞ്ഞു, ആ പെണ്ണിന്റെ മുന്നിൽ വെച്ച് 10,000 രൂപ തരാന്ന് പറഞ്ഞ് 500 രൂപയുടെ ഈ പടത്തിന്. നീ പതുക്കെ പറയട, 500 രൂപ കേസല്ലേ, നീ അടങ്ങ്. 500 രൂപയ്ക്കല്ല, 10,000 രൂപ. 10,000 തരാം. നീ സിന്ധു വന്നിട്ടില്ല, ഞാൻ ഒറ്റയ്ക്ക് ബിസിനസ് ടൂറിന് വന്നതാ. സിന്ധു വീട്ടില്. നീ ഇന്ന് പോയേ, ചുമ്മാ ആവശ്യമില്ലാതെ. പൈസ തരുമോ? 10,000 രൂപ. 10,000 രൂപ ഞാൻ തന്നിരിക്കും. ഇത് നീ കൊണ്ട് വെയ്യടാ അങ്ങോട്ട്. തരാന്ന് പറഞ്ഞില്ലേ? നീ എന്തോ ഞാൻ ടെൻഷൻ അടിക്കുന്നേ? ഇവമേ ചേട്ടാ. ഓ എന്നല്ലോ ഈശ്വരോ, കലിപ്പായി. മനുഷ്യൻ എവിടെ പോയി കിടക്കും? സെൽഫി എടുക്കാന്ന് പറഞ്ഞിട്ട് വരത്തൂല്ല. എന്റെ ദൈവമേ, ഈ അറിയാത്ത സ്ഥലത്തൊക്കെ കൊണ്ടുവന്നിട്ടിട്ട്. ചേട്ടാ, ചേട്ടോ, അതാ ചോദിച്ചു, എന്തുവാ എങ്ങോട്ട് പോവാ? നിങ്ങളാരാ? നിങ്ങൾ ഇവിടെ ആരാ അലഞ്ഞോണ്ട് നടക്കുന്നത്? ചേട്ടനെ നോക്കിയതാ. എവിടെ കൊണ്ട് കളഞ്ഞു? മനുഷ്യന്റെ കൂടെ വന്ന് എന്റെ കെട്ടിയവനെ നോക്കിയതാ, കാണുന്നില്ല. എന്ത് ചെയ്യുന്നു? നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലേ? നിന്നെ പോലുള്ള ഞരമ്പന്മാർ ഒരു പെണ്ണിനെ കാണുമ്പോ ആദ്യം പറയുന്നൊരു സാധനം ഇത്. അതല്ല കൊച്ചെ, നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന്. സത്യമായിട്ടും നിനക്കറിയാം, എന്നെ മനസ്സിലായില്ലയോ? ഞാൻ വളപ്പിന്റെ ആളാ. നിന്റെ നെറ്റിയിൽ എഴുതി ഒട്ടി വെച്ചിട്ടുണ്ട് നീ ഒരു വളപ്പനാണെന്ന്. വളപ്പല്ല, വരപ്പിന്റെ ആളാ. ചിത്രകാരൻ. ഞാൻ പടമൊക്കെ വരയ്ക്കും ഇങ്ങനെ. എന്നെ ഒന്ന് വരയ്ക്കൂ. വരച്ചു തരാലോ. ഇരിക്കൂ, അവിടെ ഇരിക്കൂ. പക്ഷെ എന്റെ ചേട്ടനും കൂടെ ഒന്ന് വന്നിട്ട് നമുക്ക് വരയ്ക്കാവേ. ചേട്ടൻ അത്രയും താമസമാവും. ഇവിടെ ഇരിക്കൂ. അല്ല, ചേട്ടനൊന്ന് വരട്ടെ. ചേട്ടൻ വരട്ടെ. വരച്ചു തരാന്ന്. ഇത്രയും ഗ്ലാമർ ഉള്ള ഒരു സൈഡ് വാര വെച്ച് വരയ്ക്കാൻ നോക്കുമ്പോ ഇരിക്കവിടെ. മുഖം വരയ്ക്കും. മുഖം കറക്റ്റ് ആയിട്ട് ഞാൻ വരയ്ക്കാമേ. കാലെടുത്ത് ഇങ്ങനെ മേളി വെക്കൂ. മുഖം മറയ്ക്കുന്നതിന് ഇവ എന്തിനാ കാലെടുത്ത് മുകളിൽ വെക്കുന്നത്? വരച്ചു തുടങ്ങട്ടെ മക്കളെ. തുണ്ടെന്തിനാണെന്ന് വരയ്ക്കുന്നേ? തുണ്ട് അടുപ്പിച്ചു നോക്കൂ. നല്ലപോലെ അടുപ്പിക്കും ഇങ്ങനെ. ഇനി നോക്കിക്കൊണ്ടിരുന്ന കൈവിട്ട് പോകും. തുണ്ട് ബാ പോവാം, ബാ. വീട്ടിൽ പോകാൻ നിൽക്കുന്നവനെ കേറി പിടിക്കണോ? ഇത് കണ്ടോ കാണിക്കുന്നത്? ഞാനാ
വിളിക്കുന്നതാ നീ? എടാ എന്റെ പെണ്ണുപിള്ളേരാ അത്. എന്റെ ഭർത്താവ് അതാ. ഭർത്താവാണ്? അയ്യോ സോറി സാറേ, അറിയാണ്ട് അടിച്ചതാ കേട്ടോ. സാറേ സാറിന്റെ മുഖം ഒന്ന് കണ്ടിട്ട് എനിക്ക് സോറി പറയണേ സാറേ. അല്ല നീ പറഞ്ഞ ഞാൻ കേക്കാലോ, പിന്നെ എന്തിനാണ്? അല്ല സാറിന്റെ മുഖം അല്ല, കണ്ടിട്ട് കാണിച്ചു കൊടു ചേട്ടാ, ഒന്ന് കാണിച്ചു. മുഖം സാറിനെ കണ്ട്. ഇതാരാ? ഇതെന്റെ ഭാര്യ. ഇത് നല്ല വണ്ണമുള്ള. അതൊക്കെ ഇപ്പൊ ഡയറ്റിങ്ങാ. അപ്പൊ സിന്ധു സിന്ധു നദീതര സംസ്കാരത്തിൽ നമ്മൾ പോകുന്നുണ്ടല്ലോ കാണാനൊക്കെ. നദിയും കാണാൻ പോണ വഴിക്ക് എന്താ കുഴപ്പം? എന്താ? അതല്ല പിന്നെ പിന്നെ ആ മറ്റേ സിന്ധു എന്ന് പറഞ്ഞ ഭാര്യ. 10,000 കുടുംബം തലയ്ക്കല്ലേ. അല്ല, എന്തോ പറയുന്നത്? ഒന്നുമില്ല, പുള്ളി ആരെയെ കണ്ട് മറന്നിട്ടേ. അല്ല ഇതല്ല ഏതല്ല? മറ്റേ അന്നത്തെ കാര്യം. അന്ന് ആരെയെ അല്ലല്ല, എന്തോ പുള്ളി പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്തോ അത്? എടാ എന്തുവാ നീ ചുമ്മാ ആവശ്യം. മറ്റേ പെണ്ണിന്റെ കാര്യം. ഏത് പെണ്ണ്? അന്നൊരു പെണ്ണിനെ കൊണ്ടുവന്നു. കുടുംബം തുളയ്ക്കല്ലേ, ഇതാണ് എന്റെ ഭാര്യ. ആണോ? ഓ 10,000 രൂപ. ഓക്കെ, അപ്പൊ നന്ദി. എല്ലാം പറഞ്ഞ പോലെ നന്ദി പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. അതെ ഞാനൊരു കാര്യം പറയട്ടെ. പറയാ. ഈ പുള്ളിയെ എനിക്ക് അറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തൊരു ലൈഫ് അല്ലേ അവൻ പറഞ്ഞേക്കുന്നത്. നല്ല രസമുണ്ട്, പറഞ്ഞു കൊള്ളിച്ചു കളഞ്ഞു കേട്ടോ നീ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ താങ്ക് യു കേട്ടോ. ആൾക്കാരങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് എന്നെ വളപ്പെന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയെങ്കിലും ഞാൻ കണ്ട അവന്റെ കുടുംബം നല്ലപോലെയൊക്കെ എന്തൊക്കെ ചെയ്ത്. പണ്ട് അവനും അവന്റെ കാമുകിയും കൂടെ വന്ന പടം വരച്ചത് ഞാൻ അവളെ കാണിച്ചിരുന്ന ഇപ്പൊ കുടുംബം തൊലയത്തില്ലെന്നോ. പിന്നെ ഒരെണ്ണം പോയല്ലോ അവതാരികയെ പോലെ ഇങ്ങനെ. അവളും അവിടെ ഒരു കാമുകനും പണ്ട് വന്നൊരു പടവും എന്റെ കയ്യിലുണ്ട്. ഞാൻ ഇന്നേ നിമിഷം വരെ കാണിച്ചിരുന്നെങ്കിൽ തൊലഞ്ഞല തന്നെ നടക്കുന്നത്. ആഗ്രഹം പോയിട്ട് ബേപ്പൂര്, അവിടെ നിന്ന് നമ്മൾ താജ്മഹൽ പോകും, വെള്ളച്ചാട്ടം, 10,000 അല്ല അവിടെ അങ്ങനെ ഓരോ കാര്യങ്ങള് നമ്മൾ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇതാണ് പറയുന്നത് അളിഞ്ഞ മത്തിക്ക് പഴുത്ത പുളി കൂട്ടെന്ന്. നല്ലൊരു കയ്യടി പ്രസാദേട്ടാ. നമ്മുടെ ഇന്നത്തെ നാട്ടിൽ നടക്കുന്ന ചില സംഭവങ്ങളൊക്കെ തന്നെയാണ് അവർ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ പലരും ചെയ്യാത്തൊരു ഹ്യൂമർ വന്നിട്ട് എനിക്ക് നിങ്ങളെ പരിചയമേ ഇല്ല, ഞാൻ നിങ്ങളെ ആദ്യമായിട്ട് കാണുകയാണ്. ഓ എന്തൊരു ലൈഫ്. അതും ഈ പറഞ്ഞ പോലെ ഒരു വെറൈറ്റി അല്ലേ. അങ്ങനെ കുറച്ച് രസകരമായ രംഗങ്ങളുണ്ട്. എല്ലാവരുടെയും പെർഫോമൻസും നല്ലതാണ്. പിന്നെ അപ്പൂപ്പൻ്റെ പുലി അത് വളരെ നല്ലതാണ്. സാധാരണ നമ്മൾ സ്ഥിരം പറയുന്നൊരു കോമഡി ഉണ്ട്, പുലി അതങ്ങ് ചെയ്തോളൂ നിങ്ങളൊന്നും ചെയ്യണ്ട എന്ന് പറയുന്നത്. അതൊക്കെ മേലെയായിരുന്നു ഈ സാധനം. കാരണം പരയൻ മറ്റേ പുള്ളിപ്പുലി ഉണ്ടായി, അവസാനം അപ്പൂപ്പനെ എന്ത് ചെയ്തു, ആ രണ്ടുപേരും കൂടെ അങ്ങ് പങ്കിട്ടെടുത്തു എന്ന് പറയുന്ന സാധനം. അങ്ങനെ കുറച്ച് നല്ല ഹ്യൂമറുകളും അതിനകത്ത് കയറിയിട്ടുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ബാക്കി ഇവർ പറയും. താങ്ക് യു നസീർക്ക. കുഴപ്പമില്ലായിരുന്നു. സുധീഷ് ഒന്നുകൂടെ ഒന്ന് ആഞ്ഞു പിടിക്കണം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്ന് നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ട് പോയതല്ലേ. അപ്പം നമുക്ക് ആ ഒരു റേഞ്ചിലേക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ഗണത്തിലേക്ക് നമ്മൾ എത്തണം. ഇപ്പം ഇതിൻ്റെ അകത്ത് ചിരിയുടെ കുറവുണ്ട്, ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. നല്ല നിങ്ങൾ 3 പേര് നല്ല വൃത്തിയായിട്ടൊക്കെ ചെയ്തു. നമ്മൾ ആ പ്രതീക്ഷിച്ചത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ട് പോയതിൻ്റെ മേളിൽ വരും എന്നുള്ള ധാരണയിലാണ് ഇരിക്കുന്നത്. അത് അങ്ങോട്ട് അവിടം വരെ എത്താൻ പറ്റിയില്ല, പക്ഷെ മോശമല്ലായിരുന്നു. അവിടം വരെ എത്തണം കേട്ടോ. താഴോട്ട് പോകാതെ മേളിലേക്ക് വരിക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ബിജുകോട്ടൻ ചേട്ടാ. നന്നായിരുന്നു. പക്ഷെ നിങ്ങളിൽ നിന്നും ഇതല്ല പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരുപാട് തമാശകളുള്ള നല്ല ക്ലൈമാക്സ് ഉള്ള സാധനങ്ങൾ ചെയ്തിട്ടുള്ള നിങ്ങൾ ഇത് പോരാ. ഇതിന് വേണ്ടുള്ള തമാശകളുണ്ടായിരുന്നു. പക്ഷേ ഈ കണ്ടന്റിൽ എനിക്ക് തോന്നുന്നത് നല്ല തമാശകൾ ഉണ്ടാക്കാമായിരുന്നു. ഹ്യൂമർ കൂട്ടുകാരെങ്കിൽ കുറച്ചും കൂടി നിന്നേനെ സാധനം. കാരണം ആ നിങ്ങളുടെ പഴയ ലെവലെത്തിയേനെ. പക്ഷെ അത് കണ്ടില്ല. അത്യാവശ്യം സാധനങ്ങൾ മാത്രമേ ഇതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ആ പിക്കപ്പ് ലൈൻ്റെ ഒക്കെ ഭയങ്കര ഇഷ്ടമായി. എന്താണ് കേരളത്തിലുണ്ട് കൊച്ചി, കേരളത്തിലുണ്ട് കൊച്ചി, എൻ്റെ അച്ചി, നിന്റെ അച്ഛൻ്റെ ഉച്ചി. ആരാലും എടുത്ത പടിക്ക് ഒറ്റടി അടിച്ചു അങ്ങനത്തെ പിക്കപ്പ് ലെവൽ. കാരണം പുള്ളിക്ക് അറിയില്ലല്ലോ. അതൊക്കെ നന്നായിരുന്നു. അതേപോലെ കുറേയും കൂടി ഹ്യൂമർ ഉണ്ടായെങ്കിൽ നിങ്ങൾ പഴയ ലെവൽ എന്തായാലും എത്തിയേനാ. അപ്പൊ കുഴപ്പമില്ല. ഇനിയിപ്പോ എന്തെങ്കിലും പ്രശ്നം പറ്റിയായിരിക്കും അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഗംഭീരമായിട്ട് വരുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോ ഇവരുടെ മാർക്സ് ആദ്യം ആരാണ് തരുന്നത്? ഞാനൊരു 12,000 രൂപ. 12,000 രൂപ അല്ലേ? ഞാനും കൊടുക്കാം 12,000 രൂപ. 24,000 ആയിട്ടുണ്ട്. പ്രസാദേട്ടാ അയച്ചോ? ഞാൻ അയക്കട്ടെ? അയക്കട്ടെ. 40,000 രൂപ. അടുത്ത വർഷം വരുമ്പം ഉഷാറായിട്ടോട്ട് വരിക. കുറെ ചിരിക്കാനുണ്ടാവണം. ഓക്കെ, സൂര്യശ്രീ സിന്ധുവായിട്ട് കാണാം. ഞാൻ നമ്പർ തരാം. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം അടുത്ത സ്കിറ്റ് റെഡി. വിളിച്ചോ? നമ്മുടെ സെൽവേട്ടനുണ്ട്, മണിക്കുട്ടൻ ചേട്ടനുണ്ട്, അനീഷ് പാപ്പല. ഒരു നല്ല കൈഡിയോടെ കിടിലൻ ടീമായിരിക്കും. ഗോവിന്ദ ഓംബ്രേ. ഓ തമ്പ്ര, തേങ്ങ ഇടുന്ന കാര്യം എന്തായി? കേള് വന്ന് തേങ്ങ ഇട്ടിട്ട് പോയിരിക്കണു. ഓ,
മനുഷ്യന്മാരെല്ലാം എന്ത് മടിയന്മാരായിരിക്കുന്നു. ഇപ്പൊ തേള് കയറി തേങ്ങ ഇടുകയാണ്. തേളല്ല, കുഞ്ഞിക്കേളു തേങ്ങ ഇട്ടു, അവൻ തിരിച്ചു പോയി കൂലിയും കൊടുത്തു. കേളു. അതെ, രാത്രിക്കുട്ടി ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ. ഇപ്പൊ രാത്രിക്കുട്ടി ചെറിയൊരു പരാതി പറഞ്ഞു. എന്താ? അവള് പുറം പണിക്ക് വന്നതാണല്ലോ. അപ്പൊ തമ്പുരാന്റെ നോട്ടം അത്രയ്ക്ക് അങ്ങോട്ട് ശരിയല്ലെന്ന് പറഞ്ഞിട്ടല്ലേ നാം നോക്കുന്നത്. വൈദ്യർ എന്തോ പറഞ്ഞു? ദേഹം നോക്കണമെന്ന്. അത് കണ്ട പെണ്ണുങ്ങളെ ദേഹമല്ല നോക്കാനുള്ളത്, സ്വന്തം ദേഹം നോക്കണമെന്നാ പറഞ്ഞത്. അതാ. അതെ, അത് പറഞ്ഞപ്പോഴാ ഗോവിന്ദ, ഗോവിന്ദന്റെ വേളി ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ. അതൊരു അരവലസ്യം ഉണ്ടായി തമ്പുരാനെ. എന്തോ ഉണ്ടായി? നമ്മുടെ കുടികത്തി കിടക്കുന്ന ചാത്തൂട്ടി ഇല്ലേ, ചാത്തൂട്ടി ഒരിക്കൽ വന്നതിനോട് സഹായം ചോദിച്ചു. എന്താ? അപ്പൊ എന്റെ അമ്മ ധ്യാൻ ശ്രീനിവാസനാണല്ലോ. ധ്യാൻ ശ്രീനിവാസനോ? ധ്യാന ധർമ്മിഷ്ഠയാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, നിനക്ക് എന്ത് സഹായം ഉണ്ടെങ്കിലും അമ്മയോട് പോയി ചോദിക്കുക, അമ്മ സാധിച്ചിരുന്നു പറഞ്ഞു. എന്നിട്ട് ചാത്തൂട്ടി നേരെ അമ്മേന്റെ അടുത്ത് ചെന്നു. എന്നിട്ട് അവൻ ചോദിച്ചു, എന്റെ വേളിയെ അവന് കൊടുക്കുമെന്ന്. അമ്മ അപ്പൊ തന്നെ എന്റെ വേളി എടുത്ത് അവന് കൊടുത്തു. എന്റെ വേളി ഇപ്പൊ ചാത്തൂട്ടിയുടെ കൊടിയില ബ്രാനെ. അയ്യോ, ഇപ്പൊ ഞാൻ മറ്റൊരു വേളി കഴിച്ചാലോ എന്ന് ആലോചിക്കുക. അല്ല, എന്തിനാ ഇങ്ങനെ ചാത്തൂട്ടിയെ സഹായിക്കണേ? ഞാനൊരു വേളി കഴിച്ചാലോ എങ്ങനെ ഇരിക്കുമെന്ന് ആലോചിച്ച് നോക്കിയേ. കൈയിരിക്കണ വടി നിറയെ വീണ് കഴിഞ്ഞാൽ സർപ്പം പോലെ നിറയെ കിടന്ന് ഇടയുന്ന ആളാ വേളി കഴിക്കാൻ പോണത്. വേണ്ട അല്ലേ? അതെ. തമ്പുരാനെ, തമ്പുരാൻ പള്ളി അത്താഴത്തിന് ഓർഡർ ചെയ്ത പാഴ്സൽ വന്നിട്ടുണ്ട് കേട്ടോ. പാഴ്സൽ വന്നിട്ടുണ്ടോ? ഉണ്ട്. എന്താ അത്? പൊറോട്ടയും ചിക്കൻ കറിയും. ഞാൻ ഫോൺ ചെയ്തപ്പോ അവരോട് പറഞ്ഞല്ലോ നോൺ വെജ് ആണെന്ന്. അവന്മാര് കേട്ടത് നോൺ വെജ് ആണെന്നാ. എന്താ കഥ? ഇതപ്പൊ പൊറോട്ട ഇറച്ചിയാണോ? ആന്ന്. പൊറോട്ട ഇറച്ചി എടുത്ത് വെളിയിൽ കളയുക, എന്നിട്ട് വെളിയിൽ പോയിരുന്ന് കഴിക്കാനല്ലേ? എന്നാ പിന്നെ അവിടെ വെച്ചേക്ക. എന്നാ പിന്നെ ആചാരം കഴിഞ്ഞിട്ട് കഴിക്കാം അല്ലേ? അത്താഴ പഷ്ണിക്കാരുണ്ടോ? അത്താഴ പഷ്ണിക്കാരുണ്ടോ? ഇതെന്തിനാ ഇങ്ങനെ മെല്ലെ പറയണേ? ഒച്ചത്തിൽ പറഞ്ഞൂടെ? എന്നിട്ട് വേണം പുറത്തേക്ക് കേട്ടിട്ട് വന്ന് പൊറോട്ട ഇറച്ചി എടുത്ത് തിന്നാന്. ആചാരം ആചാരത്തിന്റെ വഴിക്കാകണമല്ലോ. അതെ. സമയം എത്രയായി കാണും? സമയം ഇപ്പൊ ഒരു 8:59 ആയി കാണും. നമുക്ക് കിട്ടിയില്ലെങ്കിലും കിട്ടേണ്ടവർക്ക് കിട്ടണേ. അടയ്ക്കാൻ സമയമായി. വല്ല മാർഗം ഉണ്ടോ പോയി എടുക്കാൻ? എടുക്കേണ്ടി വരും. വേണ്ട, എന്നെ പറ്റിക്കാനല്ലേ. തമ്പുരാനെ, ഒരു സന്തോഷ വാർത്ത ഇടയ്ക്ക് ഉണ്ടായി. എന്താ? തമ്പുരാന്റെ പേരിൽ ഒരു ചലച്ചിത്രം ഇറങ്ങിയിരിക്കണെന്ന്. മോഹൻലാലും പൃഥ്വിരാജൊക്കെ അഭിനയിച്ചിരിക്കണേ. അത് തമ്പുരാനല്ല, എമ്പുരാൻ. കുറെ ആൾക്കാരത് പറയും ചെയ്ത് പടം കാണാൻ കേറലേ കേറലേ. അതെ, എന്നാ പിന്നെ നമുക്ക് പള്ളി അത്താഴം കഴിക്കാം. പടിപ്പുര അടച്ചേക്കുക. ഒരു പലകചാരി വെച്ചേരാണോ പടിപ്പുര? ആരും ഇല്ല ഇവിടെ. ആ പടിപ്പുര വീണ് ആരോ നിലവിളിക്കുന്നത് കേൾക്കുന്നുണ്ടല്ലോ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അല്ല, ആരാ? കുറച്ച് ദൂരത്തുനിന്ന് വരുവാ. എന്തിനാ ഇത്രയും ദൂരെ നിന്ന് വരുന്നേ? അടുത്തുനിന്ന് വന്നാ പോരാ, പെട്ടെന്ന് വരാൻ വരുന്നല്ലോ. അതെന്താ സംഭവം? എന്താ മനസ്സിലായില്ല? മനസ്സിലാവാന്നൊന്നുമില്ല. ഇത് കുഞ്ചു വരല്, ഇത് തള്ള വരല്. അതന്നെ ഗോവിന്ദ. അങ്ങനെയല്ല, തമ്പുരാൻ പറഞ്ഞിരിക്കണത് മനസ്സിലായില്ല എന്നാണ്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുമില്ല. ഇത് എളുപ്പമാണ്. നാട് ഇങ്ങനെ ആക്കാൻ എളുപ്പമാണ്. ഇതാണ് പാട്. ഇത് ഭയങ്കര പാടാണ്. പിന്നെ ഇങ്ങനെ സ്റ്റെപ്പ് അടിക്കാം. പണ്ടേ വേറെ ഐറ്റം കാണിക്കുമായിരുന്നു. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പിടച്ചിട്ട് ഇങ്ങനെ നമ്മളെ ഒരു ഡിസ്ക് കഴിഞ്ഞ ഡാൻസേ. മനസ്സിലായില്ല. ഞാൻ ബോംബെന്ന് വന്ന ഉണ്ണി. ആണോ? ബോംബെ നിന്നാണോ ഉണ്ണി വരുന്നത്? അപ്പൊ ഈ ഉണ്ണി അവിടെ നിന്നായിരിക്കോ ഈ പുറത്ത് കാണുന്നത്? ഇത് ബോംബെന്ന് വന്ന ഉണ്ണിയല്ല, കുളിക്കാതെ വന്ന ഉണ്ണി. മാറ്റിയത്. അതെ, എന്താ ഇങ്ങോട്ട് ആഗമന ഉദ്ദേശം എന്നാ ചോദിച്ചത്. കാർത്തിയായനെ അറിയോ? അറിയും. 7:30 മണിയാകുമ്പം പൊടിയും പറത്തി പോകും. എന്തോന്ന്? പ്രൈവറ്റ് ബസ് അല്ലേ? അയ്യോ, അതല്ല. പണ്ട് ഇവിടെ ജോലിക്കൊണ്ടായിരുന്ന അടിച്ചെളിക്കാരി കാർത്തിയായനെ അറിയോന്ന്? പണ്ട് ഇവിടുന്ന് നാട് വിട്ടുപോയ ഉണ്ണി ബോംബെന്ന് തിരിച്ചു വന്നിരിക്കുന്നു. അയ്യോ തമ്പുരാൻ, എനിക്കൊരു സംശയം കേട്ടോ. ഈ നാട് വിടുന്ന ഏഭിമാരല്ല എന്തിനാ ഈ ബോംബെ കെട്ടിയെടുക്കണേ? അത് മനസ്സിലായില്ലേ? ബോംബെ എന്ന് പറയാൻ എളുപ്പമാ. അവിടെ ചെന്ന് ടിക്കറ്റ് എടുക്കുമ്പോ ബോംബെ എന്ന് പറഞ്ഞാൽ എളുപ്പമായില്ലേ? ഇനി സൈക്കന്ദ്രാബാദ് എന്നാണോ പറയണ്ടെങ്കിൽ തെറ്റിപ്പോയാലോ എന്ന് കരുതിയാണ്. എന്താ ഒരു ചർച്ച? അതെ, എന്താണ് ആഗമന ഉദ്ദേശം? എന്താണ് നിങ്ങളുടെ ഉദ്ദേശം പറയാൻ? കാർത്തിയായനി എന്ന് പറഞ്ഞ ഒരു വേലക്കാരി ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അവർക്കൂടെ അവകാശപ്പെട്ട സ്വത്താണിത്. 10 പൈസ ഞാൻ തരില്ല. 10 പൈസ തരില്ലെന്നോ? വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ബോംബെയിലേക്ക് എന്തിനാണ് വണ്ടി കയറിയെന്ന് അറിയാവോ? അവിടെ ചെന്ന സമയത്ത് ഒരുപാട് പട്ടിണി കിടന്നു. പട്ടിണി എടുത്തപ്പോ അവിടുത്തെ ഒരു ഡോൺ ഉണ്ടായിരുന്നു. ഡോൺ അറിയോ? ഇല്ല. ഹാജി മസ്താൻ കേട്ടിട്ടുണ്ടോ? അറിയും, ഞാനത് തിന്നിട്ടുമുണ്ട്. ഈ മാവിനകത്ത് മുട്ട ഒളിപ്പിച്ചു വെച്ചിട്ട് പൊരിച്ചു തിന്നുന്ന സാധനമല്ലേ? അയ്യോ, അത് മുട്ട പപ്സ്. ഹാജി മസ്താൻ അവിടുത്തെ ഡോൺ. ആ ഡോൺ എന്നെ അവിടെ ദാദോ ആക്കി എന്നെ അറിയാമോ?
ഏതാടാ ഈ വാദ? ഏതോ ആറ്റുവാദ. ഹലോ, നിങ്ങൾ ഈ കാർത്തേനയുടെ കാര്യം പറഞ്ഞല്ലോ. നിങ്ങളും കാർത്തേനയുടെ ഒന്നും പറഞ്ഞില്ലല്ലോ. കാർത്യായനി എന്ന് പറയുന്നത് എന്റെ ഓപ്പോളാ. എന്റെ ഓപ്പോൾ കൂടി അവകാശപ്പെട്ട വസ്തുവല്ലേ ഇത്? ഓപ്പോളിന്റെ അനിയനാകുമ്പോ സബർജില്ലി ആയിരിക്കുമോ? അപ്പൊ 50 രൂപ നിന്റെ ശമ്പളത്തിൽ നിന്ന് ഞാൻ കട്ട് ചെയ്യും. വലിച്ച് എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവകാശം കിട്ടിയേ പറ്റുള്ളൂ. ഇവിടുന്ന് 10 പൈസ തരില്ല. പൈസ തരില്ല. ഈ ഇല്ലത്തെ കുറിച്ച് ശരിക്കറിയാൻ മേലാഞ്ഞിട്ടാണ്. എന്താണ് ഇല്ല? കുതിര സവാരി വരെ ഉണ്ടായിരുന്ന ഇല്ലമായിരുന്നു അല്ലേ? അത് വല്ല വീരത്തൊന്നുമില്ല. അവളത്ത് പോയി 150 രൂപ എടുത്തു കഴിഞ്ഞാൽ ആർക്കും കുതിരപ്പുറത്ത് കയറിക്കൂടെ? ഞാൻ ഈ ഇല്ലം തിരിച്ചു പിടിച്ചിരിക്കും. തിരിച്ചു പിടിച്ചോ നീ നാറും. എങ്ങനെ? ഈ ഇല്ലത്തിന്റെ ബാത്റൂം പുറകുവശമാണ്. അപ്പൊ ഇത് തിരിച്ചു പിടിച്ചാ ബാത്റൂം ഫ്രണ്ടിൽ വരും. അപ്പൊ ഞാൻ ഈ കസേരയിട്ട് എവിടെ ഇരിക്കും? കക്കൂസിനകത്തിരിക്കും. അല്ല, പുറത്ത് ഇരിക്കും. സുരേന്ദ്രൻ തമ്പുരാനെ, ഇതിന് മറുപടി നിങ്ങൾ കോടതി പറയേണ്ടി വരും. എന്താ സംഭവം? സുരേന്ദ്രൻ തമ്പുരാൻ ആരാ? നിങ്ങളല്ലേ സുരേന്ദ്രൻ തമ്പുരാൻ? ഞാനോ? ഞാൻ സുരേന്ദ്രൻ തമ്പുരാനല്ല. പിന്നെ ഞാൻ രവീന്ദ്രവർമ്മ തമ്പുരാൻ. രവീന്ദ്രവർമ്മ തമ്പുരാൻ? കാർത്യായനി അറിയാന്ന് പറഞ്ഞു. കാർത്യായനി ബസ് അറിയാവുന്നല്ലേ പറഞ്ഞ? നിങ്ങളല്ലേ അറിയാമെന്ന് പറഞ്ഞത് കാർത്യായനിയെ? അപ്പൊ സുരേന്ദ്രൻ തമ്പുരാന്റെ വീട് ഏതാണ്? സുരേന്ദ്രൻ വർമ്മ തമ്പുരാനാണോ? അത് ഈ പാടത്തിന് അപ്പുറത്താണ്. ആ ഇല്ലത്തിലെയാണ് സുരേന്ദ്രൻ വർമ്മ തമ്പുരാൻ. ഞാൻ രവീന്ദ്രവർമ്മ തമ്പുരാൻ. അപ്പൊ ഇനി അവിടെ പോയി ഒന്നേന്ന് കഥ തുടങ്ങണം. നടക്കട്ടെ, കാര്യങ്ങൾ നടക്കട്ടെ. അമ്പലാനെ, ഇവിടെ പണ്ട് അടിച്ചുകളിക്ക് നിന്നിരുന്ന ഒരു ജാനുവിന് ഓർമ്മയുണ്ടോ? ഉണ്ട്. ആ ജാനുവിന് ജാരസന്ധി ഉണ്ടായിരുന്ന ഓർമ്മയുണ്ടോ? ഉണ്ട്. ആ ജാരസന്ധി വരുമെന്നുള്ള കാര്യം അറിയാമോ? അതാണ് ഇത്രയും ഞാൻ അവനോട് സംസാരിച്ചിരുന്നത്. ആ ജാരസന്ധി ആരാണെന്ന് അറിയാമോ? അറിയില്ല. ഞാനാ. ഞാൻ വിശ്വസിക്കില്ല. എവിടെന്നാ ബോംബെ ഒരുത്തൻ പറഞ്ഞ കാര്യം ഇത്രയും നേരം നിങ്ങൾ വിശ്വസിച്ചിട്ടില്ലേ? പിന്നെ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞ കാര്യം വിശ്വസിക്കാൻ വയ്യാത്തത് എന്താ? ഗോവിന്ദ, ഗോവിന്ദ, ആരും ഇല്ല ഇവിടെ. പറയും പോകാറുണ്ട്. നല്ലൊരു കയ്യടി വിജുക്കുട്ടൻ ചേട്ടാ. നല്ല സ്കിറ്റായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടായില്ല. നമ്മൾ കാണാനും കേൾക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. കാരണം ഇത് പഴയ കാലഘട്ടമുള്ള നമ്മൾ കാണാത്തതൊക്കെയുള്ള തിരുമേനിയുടെ കുടുംബയും കാര്യങ്ങളും. മൂന്നുപേരും നല്ല അവതരണമായിരുന്നു കേട്ടോ. പക്ഷേ തമാശകൾ കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം നിങ്ങളെ സംബന്ധിച്ചോളം അത്രയും തമാശ പോരെന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. പിന്നെ ഈ പറഞ്ഞ കൂട്ട് തമാശകൾ, നല്ല തമാശകളുണ്ടായിരുന്നു. വെജ് പറഞ്ഞില്ലേ, വെജ് പറഞ്ഞിട്ട് നോണായിട്ട് വന്നില്ലേ, അത് എങ്ങനെയാണ്? കാരണം ഈ നോൺ വെജും വെജും പറയണത് ഭയങ്കര വ്യത്യാസമുണ്ട്. പക്ഷെ ഇത് എങ്ങനെ നോണായി എന്നുള്ള കാര്യം ഇയാൾക്ക് ഈസിയാണ്. നോൺ വെജാണ്. അത് ഉഗ്രൻ ബ്രില്യന്റ് തമാശ ചെയ്തിട്ടാ. അതേപോലെ അങ്ങനെ പിടിച്ചിട്ടുള്ള അങ്ങനത്തെ കുറച്ച് കൗണ്ടറിലേക്ക് വരണമെങ്കിൽ ഒരുപാട് ചിരിക്കാനുണ്ടായിരുന്നു. എന്നാലും അത്യാവശ്യം കുറച്ച് ഇതുപോലെയുള്ള തമാശകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മോശമൊന്നുമല്ല, അത്യാവശ്യം തമാശകൾ ഉണ്ടായിരുന്നു. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഗംഭീരമാക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അല്ല, നിങ്ങളെ സെറ്റപ്പും ആ പുറകിലെ ആ തറവാടും ഒക്കെ കണ്ടപ്പോൾ ഒരുപാട് അങ്ങ് പ്രതീക്ഷിച്ചു കേട്ടോ. നല്ല രസമായിരുന്നു കാണാനായിട്ട്. ആ തറവാടിൻ്റെ ആ ലുക്കും ഒക്കെ കണ്ടു. പിന്നെ നിങ്ങളുടെ സംസാരത്തിൻ്റെ ശൈലിയും ഒക്കെ കണ്ടപ്പം ഒത്തിരി കൗണ്ടറുകൾ ഉണ്ടാവുന്നു. കൗണ്ടറിൻ്റെ ഒരു ക്ഷാമമേ ഇതിൽ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് നിങ്ങളുള്ളത് ചെയ്തു. പക്ഷേ ചിരിയുടെ ഒരു അംശം നല്ലപോലെ കുറഞ്ഞു പോയി. എൻ്റെ നോട്ടത്തിൽ നല്ലപോലെ കുറഞ്ഞു പോയി. നിങ്ങളുടെ ഈ പ്രൗഢിക്കനുസരിച്ചുള്ള ഒരു കോമഡി കിട്ടിയില്ല. അതാണ് ഇതിൻ്റെ അകത്തൊരു കുറവ്. അടുത്ത പ്രാവശ്യം നന്നാക്കുക. ഓക്കെ, കോമഡി ഫില്ല് ചെയ്യുക, അത്രേ ഉള്ളൂ. അഭിനയത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക വേണ്ട, പക്ഷെ കോമഡിയുടെ കാര്യത്തിൽ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. ഈ സാധാരണ ഈ കോമഡി ചെയ്യുമ്പം കോമഡി ചെയ്യാൻ വേണ്ടി കോമഡി ചെയ്യുന്നതിനൊക്കെ വളരെ വ്യത്യസ്തമായിരുന്നു. പപ്പാലയുടെ വളരെ ലൈഫായിട്ടായിരുന്നു പുള്ളി ചെയ്തത്. എന്നാൽ അതിനകത്ത് കുറേ കൗണ്ടറും ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് ഇതിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തോന്നിയ 1-2 കാര്യങ്ങളാണ്. പിന്നെ ഈ പഴയ കാലഘട്ടമാണെങ്കിലും അതിൽ വരുന്ന കോമഡികളെല്ലാം പുതിയതുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഇത്രയെങ്കിലും നമ്മൾ ചിരിച്ചത്. ബാക്കി പറഞ്ഞ പോലെ അത്യാവശ്യം കോമഡികളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ പറഞ്ഞ ആർജിത്യമുണ്ട്, നല്ലൊരു ലുക്കായിരുന്നു. ഒക്കെ എല്ലാം കൊണ്ടും കൊള്ളാം. കൂടുതൽ പ്രതീക്ഷിച്ചു എന്നുള്ളത് സത്യമാണ്, പക്ഷേ ഇഷ്ടമായി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പോ അഡ്ഡത്തിനനുസരിച്ചുള്ള മാർക്സ് കൊടുക്കുക. ആരാണ് ആദ്യം? നോം തന്നെ കൊടുക്കുക. ഒരു 12,000 രൂപ അങ്ങ് പിടിക്കുക. 12,000 രൂപ തിരക്കേടില്ല. തിരികെ കുറവുള്ളൂ 10,000. 22,000 രൂപ അറിഞ്ഞങ്ങോട്ട് കൊടുക്കുക. അയക്കുക. അപ്പൊ ഞാൻ അങ്ങോട്ട് അയച്ചേക്കാം. എന്താ ടോട്ടൽ എമൗണ്ട് അങ്ങോട്ട് തന്നോളൂ. 35,000 രൂപ. അടുത്തതിൽ കാണാം. ശരി തമ്പറ. ആയിക്കോട്ടെ.
ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24-ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MRES വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24 വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9001900156. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ തന്നെ ഒരു ഐറ്റം വരുവാണ് നമ്മുടെ കുടുംബത്തിലേക്ക്. വളരെ സീനിയർ ആയിട്ടുള്ള ഒരു കലാകാരനാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. നമ്മുടെ കുടുംബത്തിലെ ആദ്യമായിട്ട് വരുവാണ്. വിളിക്കട്ടെ? വിളിക്കൂ. ഒരുപാട് സ്നേഹത്തോടെ ലെറ്റ്സ് വെൽക്കം ആലപ്പി ഗോകുമാർ ചേട്ടൻ. വെൽക്കം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആലപ്പി ഗോപകുമാർ. കഴിഞ്ഞ 38 വർഷമായി കൊച്ചിൻ മിമിക്സ് മീഡിയ എന്ന കലാപ്രസ്ഥാനം കൊണ്ടു നടക്കുകയാണ്. മലയാള സിനിമയ്ക്ക് ഒരുപിടി നല്ല കലാകാരന്മാരെ സമ്മാനിക്കാൻ കൊച്ചിൻ മിമിക്സ് മീഡിയ എന്നീ കലാപ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും നല്ല രീതിയിൽ പ്രോഗ്രാം ഉണ്ട്. ഈയിടെയായിട്ട് പരിപാടിക്ക് പോകുന്ന കാര്യത്തിൽ ഭാര്യയ്ക്ക് വലിയ താല്പര്യമില്ല. അല്ല, അവള് പറയാണ്, ഗോഞ്ചേട്ടൻ നാട്ടു മൊത്തം കുറുവാ സംഘം ഇറങ്ങിയിരിക്കുകയാണ്, അപ്പൊ രാത്രിയുള്ള പരിപാടിക്കൊന്നും പോകണ്ട. ഞാൻ നോക്കുമ്പോൾ ശരി, അവള് പറയുന്നത് കറക്റ്റാ. കഴിഞ്ഞ ആഴ്ച പരിപാടി കഴിഞ്ഞ് വെളുപ്പാങ്കാലത്ത് വീട്ടിലോട്ട് പോകുമ്പോഴും ഒരു ഇരുട്ട് വാക്കിന് ചെറുതായിട്ട് എന്തോ സംസാരിക്കുന്നത് കേട്ട്. അപ്പം ഞാൻ ചെന്ന് നോക്കിയപ്പം കുറുവാ സംഘത്തിൽപ്പെട്ട 2 പേര് ഒരു വീട്ടിൽ മൂട്ടിക്കാൻ കയറാൻ പ്ലാൻ ചെയ്യുകയാണ്. അവർ പറഞ്ഞ ഇതാണ്: മതിൽ ചാടിക്കേറാം, കണ്ണിൽ കണ്ടതെല്ലാം പൊക്കാം, ഇടി വന്നാലോടാം, കട്ടെടുത്ത പണ്ടോം കൊണ്ട് ഫോൺ കണക്ഷൻ കട്ടു ചെയ്യാൻ വേണേൽ ഫ്യൂസും മുരാം. മതിൽ ചാടിക്കേറാം, മുറ്റത്തൊരു മുട്ടം പട്ടി കെട്ടഴിഞ്ഞു നിൽപ്പൂ, ബൗ 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 ബൗ. മുറ്റത്തൊരു മുട്ടം പട്ടി കെട്ടഴിഞ്ഞു നിൽപ്പൂ, പട്ടിക്കൊരു വെട്ടു കൊടുത്ത് തട്ടിക്കള കേട്ടോ. പട്ടികടി കിട്ടിയെന്നാൽ പേയാകും, നാരങ്ങ കൂട്ടാൻ പറ്റൂല, കൂട്ടിയാൽ ബൗ 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 ബൗ. മതിൽ ചാടി കേറാം. ഈ മിമിക്സ് മീഡിയ തുടങ്ങിയിട്ട് 38 വർഷമായി. ഗോപനി കോമഡി പ്രോഗ്രാം, സ്റ്റേജ് പ്രോഗ്രാം തുടങ്ങിയിട്ട് എത്ര വർഷമായി? ടോട്ടൽ ഇപ്പം 39ാമത്തെ വർഷത്തിലാണ് മിമിക്സ് മീഡിയ ഇപ്പം നിൽക്കുന്നത്. അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞാൽ, ഈ മിമിക്സിലെ ഏറ്റവും സീനിയർ എന്ന് പറയുന്ന വ്യക്തി കൊല്ലം സിറാജാണ്. ഇപ്പോഴും സ്റ്റേജ് ഷോ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ. അതിൽപ്പെട്ട ഒരാൾ ഞാനുണ്ട്. അതിൽപ്പെട്ട അടുത്തൊരാളാണ് ഗോപൻ. ഇപ്പോഴും സ്റ്റേജ് ഷോ ഇത്രയും വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ല, പണ്ട് നമ്മളൊക്കെ ഈ ചാൻസ് ഒക്കെ ട്രൂപ്പുകളിലൊക്കെ ചാൻസ് ചോദിച്ചു നടക്കുമ്പോൾ എറണാകുളത്ത് ഏകദേശം കലാഭവൻ, ഓസ്കാർ, അങ്ങനെയൊക്കെ വലിയ ടീമുകളാണ്. അതിനകത്തൊക്കെ വലിയ വലിയ ആളുകളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ നേരെ പിന്നെ ഉള്ള ഒരു ഓപ്ഷൻ, ഏറ്റവും വലിയ ടീം എന്ന് പറയുമ്പോൾ ആലപ്പുഴയിൽ അല്ലേ ഈ മിമിക്സ് മീഡിയയാണ്. അന്ന് ഗോപൻ ചേട്ടൻ എന്നൊക്കെ പറയണത് നമ്മുടെ പ്രസാദ് ചേട്ടൻ ആ ലെവലിലുള്ള ആൾക്കാരെ വെച്ച് താരതമ്യപ്പെടുത്തിട്ടാണ് നമ്മളൊക്കെ കാണുന്നത്. അതൊക്കെ വരാനൊക്കെ ഒരുപാട് ആഗ്രഹിച്ച ട്രൂപ്പാണ് ഈ കൊച്ചിൻ മിമിക്സ് മീഡിയ എന്ന് പറഞ്ഞ ട്രൂപ്പ്. ആദ്യം ആലപ്പുഴ മിമിക്സ് മീഡിയ. അതാണ് ഞാൻ. അപ്പൊ ഈ ചോറ് സാമ്പാറും മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് കൊച്ചിയിലാക്കിയപ്പോഴാണ് ചിക്കൻ ചപ്പാത്തിയൊക്കെ. അതുപോലെ തന്നെ ഇപ്പൊ തൊഴിലുറപ്പിന്റെ ഒരു കാര്യം ഇപ്പൊ പറയാം. ഇപ്പൊ ഞാൻ ഈ പരിപാടി കളിച്ചോണ്ടിരുന്നപ്പോ അതാ പറയാൻ പോയത്. ഇപ്പൊ വൈഫിന് പരിപാടിക്ക് പോകുന്ന ഇഷ്ടമല്ലെന്ന് പറഞ്ഞല്ലോ. കമ്മിറ്റിക്കാരിനൊക്കെ പ്രശ്നം ഉണ്ടാക്കുവാണെങ്കിൽ എനിക്ക് ഞാൻ തൊഴിലുറപ്പിന് പോകുന്നുണ്ടല്ലോ, പിന്നെ നിങ്ങൾ ഈ പരിപാടിക്ക് പോകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ച്. ഇപ്പൊ തൊഴിലുറപ്പിന് പോകുന്ന ഭാര്യമാരും എല്ലാം ഉണ്ട്, ഭർത്താക്കന്മാർ വെറുതെ ഇരിക്കുമല്ലോ അല്ലേ, എടുപ്പത് പണിയുണ്ട്. കറിക്കരച്ചാലും പുളിശ്ശേരി വെച്ചാലും തുണിയലക്കി വിരിച്ചാലും നുണ പറഞ്ഞിരുന്നിട്ട് തിരിച്ചവളെത്തുമ്പോൾ ഇടിച്ചിഞ്ച പരുവത്തിലാക്കും എന്നെ അരിയാട്ടിയില്ലെന്ന പേരിൽ. അപ്പോൾ അവർ പണിയെടുക്കുന്ന കാട്ടി കൂടുതൽ ഒക്കെ പണിയെടുക്കുന്നുണ്ട്. എല്ലാ ഭാര്യമാരുടെയും കാര്യമല്ല പറഞ്ഞ. ഇപ്പൊ കാട്ടുകള്ളം വീരപ്പൻ്റെ ഒരു കാര്യം തന്നെ പറയാം. വീരപ്പനെ കുറിച്ച് പുള്ളി വൈഫിന് പറയാൻ 100 നാക്കാണ്.
കാട്ടിലെ യാനയുടെ കൊമ്പൂരി മാറ്റുന്നു വീരപ്പൻ എന്നൊരു ഗുണ്ട. ബോംബൊന്നു പൊട്ടിയാൽ ചിരിച്ചൊരു ഗുണ്ട, ഉണ്ടയാൽ തീർന്നൊരു ഗുണ്ട. കാക്കിയുടുപ്പിട്ട് കാട്ടിലേക്കെത്തുന്ന പീസിക്കു നേരെയൊരുണ്ട. കാടുകൾ തോറും കറങ്ങുന്നയുണ്ട, വീരപ്പൻ തോക്കിലെയുണ്ട. ചന്ദന വേട്ടയ്ക്ക് കൂട്ടിനു പോകുവാൻ കേന്ദ്രത്തിൽ നിന്നൊരു മന്ത്രി. മന്ത്രിയുടെ വീട്ടിൽ തന്ത്രത്തിലെത്തുന്നു വീരപ്പൻ എന്ന ഈ കൺട്രി. എണ്ണനെ കൊന്ന പോലീസുകാരൻ്റെ തോളിലെ സ്റ്റാർ ഒന്ന് കൂടി. തോളിലെ സ്റ്റാറിൻ്റെ എണ്ണങ്ങൾ കൂട്ടുവാൻ എന്നെയും കൂടൊന്നു കൊല്ലൂ, നിങ്ങൾ എന്നെയും കൂടൊന്നു കൊല്ലൂ. ഒരു സെക്കൻഡ്, ഈ പാരഡിയിലേക്ക് എത്ര നാളായി കിടന്നിട്ട്? പാരഡി നേരത്തെ തൊട്ടേ പാരഡി ഉണ്ടായിരുന്നു? നേരത്തെ ഞാൻ പണ്ട് ആദ്യം എഴുതുന്ന പാട്ട് പ്രീ ഡിഗ്രി പഠിക്കുമ്പോഴാണ് പാരഡി എഴുതുന്നത്. വീട്ടിലായപ്പം സാറ് അവസാനം പറഞ്ഞ കഥ എൻ്റെ ആയിരുന്നു. ഏതായിരുന്നു? സ്രാവിനെ സ്നേഹിച്ച വട്ടാൻ. മത്സ്യങ്ങളുടെ കഥ. പള്ളത്തിയുടെ മൂത്ത മോൻ്റെ മോളു കോല, MBA കഴിഞ്ഞു വന്ന പെണ്ണ. ഭർത്താവുമായി കായലിൽ പിണങ്ങി തോട്ടിൽ വന്ന പെണ്ണ. MBA കഴിഞ്ഞതിൻ്റെ ഹുങ്ക. പിന്നെ മണിച്ചേട്ടനെ കുറിച്ച് രണ്ടുപേരും എഴുതിയിട്ടുണ്ടെന്ന് പാട്ട്. തീർച്ചയായിട്ടും വേണമല്ലോ. മിന്നി തിളങ്ങും എന്നും തിളങ്ങും ഉള്ളിൻ്റെ ഉള്ളിൽ നിൻ പൊന്മണിനാദം. നീ മരിക്കില്ല ഓർമ്മയിലെന്നും, കൂടെ പിറപ്പായി നീ കൂടെയുണ്ട്. താരപ്പോലിമയിൽ നാടുമറക്കാത്ത നാട്ടിലെ എൻ പ്രിയ കൂട്ടുകാരാ. വന്ന വഴി മറക്കാതെ പലർക്കെന്നും കൈത്താങ്ങായി മാറിയ താരമല്ലേ. കാലം കഴിഞ്ഞാലോ വെന്തു വെണ്ണീറായി മണ്ണിനടിയിൽ ഞാൻ മാഞ്ഞു പോകും. അപ്പോഴും മൂളും ഞാൻ എൻ കൂട്ടുകാരൻ്റെ നാവിലെ പാട്ടിൻ്റെ ഈരടികൾ. അടിപൊളി ചേട്ടാ, അടിപൊളി. എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ. ഒത്തിരി കാലം കൂടിയാണ് കാണുന്നത്. കുറച്ച് പാട്ടുകളൊക്കെ കേൾക്കാൻ പറ്റി. നമ്മുടെ കുടുംബത്തിലേക്ക് വന്നതിൽ ഞങ്ങൾ 3 പേരുടെയും നമ്മുടെ പ്രേക്ഷകരുടെയും നന്ദി അറിയിക്കുന്നു. തീർച്ചയായിട്ടും. ബിജു കൂടെ ചേട്ടാ. ഗോചേട്ടാ, അപ്പം എന്തായാലും ഇവിടെ വന്നതിൽ വളരെ സന്തോഷം. ഞങ്ങൾക്ക് കാണാനും കേൾക്കാനൊക്കെ പറ്റിയതിൽ സന്തോഷം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം ഇവരെ കൂടെ ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരാളോട് സംസാരിക്കാനും ഞങ്ങളുടെ വേദിയിൽ വന്ന് കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഇവരൊക്കെ കൂടെ ഉള്ള ആളാണെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം പേരുടെ എല്ലാ പ്രേക്ഷകരുടെയും പേരിൽ ഒത്തിരി നന്ദി പറയുന്നു. ഇനി നമുക്ക് കാണാം, ഇനി ഇടയ്ക്കിടയ്ക്ക് വരണം. ഓക്കെ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. ഇന്നത്തെ നമ്മുടെ ഐറ്റങ്ങൾ അവസാനിച്ചു, സ്കിറ്റുകൾ അവസാനിച്ചു, സ്പെഷ്യൽ പെർഫോമൻസുകൾ അവസാനിച്ചു. ഇതിലും കിടിലും സ്കിറ്റുകളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.